നമസ്കാരം. നമ്മുടെ ശരീരത്തിന് ഒരു നിശ്ചിത ഘടന നൽകാൻ അസ്ഥികൾ അത്യാവശ്യമാണ്. എന്നാൽ ഈ അസ്ഥികൾക്ക് പലതരത്തിലുള്ള രോഗങ്ങളും ഒടിവുകളും സംഭവിക്കാം. ഈ രോഗങ്ങളും ഒടിവുകൾക്കുമുള്ള ആധുനിക ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് സാമൂഹ്യ പാഠം സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത് പേരുക്ര ഡിസ്ട്രിക്ട് മോഡൽ ഹോസ്പിറ്റലിലെ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ ഷബീർ MS ആണ്. ഡോക്ടറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ഡോക്ടർ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് ഡോക്ടറോട് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഡോക്ടർ, നമ്മൾ പലപ്പോഴും അസ്ഥികൾക്ക് ഒടിവ് സംഭവിക്കുന്നതായിട്ട് കേൾക്കാറുണ്ട്. അതായത് പല അപകടങ്ങൾ കൂടിയും വീഴ്ചകളിലൂടെയും. എന്നാൽ ഈ പ്രധാനപ്പെട്ട അസ്ഥി രോഗങ്ങൾ ഏതൊക്കെയാണ്? അത് ചിലപ്പോൾ പലപ്പോഴും സുപരിചിതരായിരിക്കില്ല പലരും. പ്രധാനമായും നമ്മുടെ ഹോസ്പിറ്റലുകൾ കാഷ്വാലിറ്റിയിൽ അത്യാഹിത വിഭാഗത്തിലൊക്കെ നമ്മൾ കണ്ടുവരുന്നത് കൂടുതലും റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്, വീഴ്ചകൾ അല്ലെങ്കിൽ അടിപിടി മൂലം ഉണ്ടാകുന്ന എല്ല് ഒടിവുകൾ, ചതവുകൾ തുടങ്ങിയ രോഗങ്ങളാണ് പൊതുവെ കണ്ടുവരുന്നത്. അതല്ലാതെ തന്നെ ട്രോമ കൂടാതെ തന്നെ വരാവുന്ന അസുഖങ്ങളുണ്ട്. അതിനെ ട്രോമാറ്റിക് ഡിസീസസ് എന്ന് പറയും. ഇത് ഇൻഫെക്ഷൻ വരാം, അണുബാധ കൊണ്ട് വരാം, ഉദാഹരണത്തിന് ട്യൂബർക്കുലോസിസ് കൊണ്ട് വരാം, ഓസ്റ്റിയോമൈലിറ്റിസ് വരാം. അതുമല്ലെങ്കിൽ നമുക്ക് ട്യൂമേഴ്സ് ഉണ്ട്, അതായത് ബോൺ ക്യാൻസേഴ്സ്. വിവിധതരം ട്യൂമറുകൾ നമ്മുടെ എല്ലുകളിൽ ബാധിക്കാറുണ്ട്. അത് മുഴകളായിട്ടും ക്യാൻസറുകളായിട്ടും പ്രസൻറ്റ് ചെയ്യുന്നു. അടുത്തതായിട്ട് ഡീജനറേഷൻ എന്ന ഒരു രീതിയുണ്ട്. അതായത് ആർത്രൈറ്റിസ്, നമ്മുടെ പ്രായമാവുന്നതിനനുസരിച്ച് ജോയിൻറ്റുകൾ തേയ്മാനം വരികയും ആർത്രൈറ്റിസ് ഉണ്ടാവുകയും ചെയ്യുന്നു. മറ്റൊരു അസുഖമാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞാൽ പ്രായമാകുന്ന ആൾക്കാരിൽ ഉണ്ടായി വരുന്ന അസ്ഥിബലക്ഷയം എന്ന് പറയുന്നത് ബോൺ മിനറൽ ഡെൻസിറ്റി കുറഞ്ഞിട്ടുണ്ടാകുന്ന അസ്ഥിബലക്ഷയമാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. അത് തൽഫലമായി എല്ലുകൾ പെട്ടെന്ന് ഒടിയുകയും പെട്ടെന്ന് തന്നെ ഒടിയാനുള്ള സാധ്യതയുണ്ട്. ഇതിന് ഫ്രാജിലിറ്റി ഫ്രാക്ചർ എന്ന് പറയും. പെട്ടെന്ന് അധികം ട്രോമ വരാതെ തന്നെ എല്ലുകൾ ഒടിയാറുണ്ട്. പ്രത്യേകിച്ചും 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ, ആർത്തവിരാമം കഴിഞ്ഞ സ്ത്രീകളിൽ എസ്ട്രോജൻ്റെ ഹോർമോണൽ ചേഞ്ചസ് വരുന്നത് കാരണം എല്ലുകളിലുള്ള കാൽസ്യത്തിൻ്റെ അളവും മിനറൽ ഡെൻസിറ്റി കുറയുകയും തൽഫലമായി എല്ലുകളുടെ ബലം സോഫനിങ് എന്ന് പറയും, സോഫ്റ്റ് ആവുന്നു. എല്ലുകളിൽ സുഷിരങ്ങൾ ഉണ്ടാവുകയും പെട്ടെന്ന് തന്നെ ഒടിയുകയും ചെയ്യുന്നു. ഇതിനാണ് ഫ്രജിലിറ്റി ഫ്രാക്ചർ. അത് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന കണ്ടീഷനാണ്. കൂടാതെ നിരവധി മറ്റ് അസുഖങ്ങൾ, ഉദാഹരണത്തിന് പരിക്കുകൾ ആദ്യം പറഞ്ഞാൽ സ്പോർട്സ് ഇഞ്ചുറീസ് വരാറുണ്ട്. കായിക താരങ്ങൾക്ക് വരുന്ന പരിക്കുകൾ, അത് കാൽമുട്ടിലാണ് കൂടുതലായിട്ട് വരുന്നത്. ലിഗമെൻറ്റ് ഇഞ്ചുറീസ് വരാം, മെനിസ്കൽ ഇഞ്ചുറീസ് വരാം. അതുപോലെ ഷോൾഡർ ജോയിൻറ്റിൽ ഉണ്ടാകുന്ന ഇഞ്ചുറീസ് ഉണ്ട്. റൊട്ടേറ്റർ കഫ് ഇഞ്ചുറീസ് എന്ന് പറയും. ഷോൾഡർ ഡിസ്ലൊക്കേഷൻസ് തന്നെ പല രീതിയിൽ, നീ ഡിസ്ലൊക്കേഷൻ ഉണ്ട്, ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ഉണ്ട്, എൽബോ ഡിസ്ലൊക്കേഷൻസ് ഉണ്ട്. ഇതിനെല്ലാം പുറമേ നമുക്ക് ഈ രക്തത്തിലുള്ള ചില യൂറിക് ആസിഡ് പോലുള്ള പദാർത്ഥങ്ങളുടെ ഏറ്റക്കുറച്ചിൽ കാരണം ഗൗട്ട് എന്ന് പറയുന്ന അസുഖം വരും. അത് തീവ്രമായ വേദനയായിട്ട് ജോയിൻറ്റുകളിൽ ഉണ്ടാകുന്ന അസുഖമാണ് ഈ ഗൗട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ നിരവധി രോഗങ്ങൾ നമ്മൾ ഈ ഒടിവുകളല്ലാതെ തന്നെ നമ്മുടെ സ്കെലറ്റനിൽ, അതായത് അസ്ഥികളിൽ ഉണ്ടാകുന്നതായിട്ട് കണ്ടുവരുന്നു. പിന്നെ മാത്രമല്ല പീഡിയാട്രിക്സ്, ഇപ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന അസുഖങ്ങളും വേറെ, അത് തന്നെ ഒരു വലിയൊരു വിഭാഗമാണ്. പീഡിയാട്രിക്സ് ഓർത്തോപെഡിക്സ് എന്നൊരു വിഭാഗം തന്നെയുണ്ട്. അതിൽ കുട്ടികളിൽ ജോയിൻറ്റുകളിൽ പല അസുഖങ്ങൾ വരും. CTV എന്ന് പറയും, ക്ലബ് ഫുട്ട് എന്ന് പറയും. അതിൽ ഹിപ്പ് ജോയിൻറ്റിൽ വരാം, ഡിസ്ലൊക്കേഷൻ, CDH എന്ന് കൺജങ്ക്റ്റീവ് ഡിസ്ലൊക്കേഷൻ ഹിപ്പ്. പിന്നെ അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് പല രീതിയിൽ കണ്ടുവരുന്നു. ഇത്തരം രോഗങ്ങളൊക്കെ നമ്മൾ ഏത് ടെസ്റ്റുകൾ കൂടിയാണ് അറിയുന്നത്? ടെസ്റ്റുകൾ പ്രധാനമായിട്ടും നമ്മൾ എക്സ്റേ ആണ്. നമ്മൾ ഒടിവുകൾ അറിയാനായിട്ട് നമ്മൾ എക്സ്റേ ആണ്. നമ്മൾ കാഷ്വാലിറ്റിയിലും നമ്മൾ OPയിലാണെങ്കിലും എക്സ്റേയിൽ ഒടിവുകൾ അറിയാൻ പറ്റും. മാത്രമല്ല മറ്റ് ലിഗമെൻറ്റ് ഇഞ്ചുറീസും മറ്റ് പരിക്കുകളൊക്കെ ആണെങ്കിൽ നമുക്ക് MRI സ്കാനും മറ്റ് ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടി വരും. ഈ പലപ്പോഴും ഈ വീഴ്ചയിലൂടെയൊക്കെ വരുമ്പോഴത്തേക്കും കാലൊക്കെ പെട്ടെന്ന് നീര് വെക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വീഴ്ചകളിലൂടെയൊക്കെ നീര് ചുറ്റിനും ഉണ്ടാവുന്നത്? നീരുണ്ടാവുന്നത് പ്രധാനമായിട്ടും എല്ല് ഒടിഞ്ഞു കഴിഞ്ഞാൽ നീര് വരാം. വേദനയും സ്വെല്ലിങ്, ക്രെപ്പിറ്റസ്, ഇതാണ് 3 ലക്ഷണങ്ങൾ. നമ്മൾ ഒരു എല്ല് ഒടിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. ക്രെപ്പിറ്റസ് എന്ന് പറയുന്നത് 2 എല്ലുകൾ തമ്മിൽ അനങ്ങുന്ന ശബ്ദം കേൾക്കുന്നതിന് ക്രെപ്പിറ്റസ് എന്ന് പറയുന്നത്. അത് ദീസ് ആർ ക്ലാസിക്കൽ സൈൻസ് ഓഫ് ഫ്രാക്ചർ. അപ്പോൾ ഒടിവ് ഉണ്ടാകുന്നതുകൊണ്ട് നീര് വരാം. ഒടിവല്ലാതെയും വരാം. ഇപ്പോൾ സ്പ്രെയിൻ ആണെങ്കിലും നീര് വരാറുണ്ട്. ഇപ്പോൾ ലിഗമെൻറ്റ് ഇഞ്ചുറി വരുന്നതിനാണ് സ്പ്രെയിൻ എന്ന് പറയുന്നത്. അതേസമയം മസിൽ ഇഞ്ചുറി വരുന്നതിന് സ്ട്രെയിൻ എന്ന് പറയും. ഇതിനെല്ലാം പരിക്ക് പറ്റുമ്പോൾ എഡിമ അല്ലെങ്കിൽ ഫ്ലൂയിഡ് അതിൻ്റെ റിയാക്ഷനായിട്ട് വരുന്നതാണ് നീര്. അതുപോലെ ഒടുവിലാണെങ്കിൽ എല്ലുകൾ ഒടിയുമ്പോൾ ഹെമറ്റോമ ഫോം ചെയ്തിട്ട് വരുന്നതാണ് ഈ നീര് ഉണ്ടായിട്ട് വരുന്നത്. ഈ നീരൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഫസ്റ്റ് എയ്ഡ് എന്നുള്ള നിലയിൽ ആദ്യമേ എന്താണ് ചെയ്യേണ്ടത്? ആദ്യമായിട്ട് നമ്മൾ ഇമ്മൊബിലൈസേഷൻ എന്നുള്ളതാണ്. അത് റൈസ് പ്രിൻസിപ്പിൾ എന്ന് പറയും. നമ്മൾ അതായത് റെസ്റ്റ് കൊടുക്കുക, ഇമ്മൊബിലൈസ് ചെയ്യുക, കംപ്രഷൻ, പിന്നെ ഐസ് ആപ്ലിക്കേഷൻ ചെയ്യാം. ഫുഡ് ഇപ്പോൾ കാലാണ് പറ്റിയെങ്കിൽ എലിവേറ്റ് ചെയ്ത് വയ്ക്കുക. അതാണ് റൈസ് പ്രിൻസിപ്പിൾ എന്ന് പറയും. റെസ്റ്റ്, ഐസ്, കംപ്രഷൻ ആൻഡ്
എലിവേഷൻ. കംപ്രഷൻ ബാൻഡേജ് ഒക്കെ ചുറ്റിട്ട് ഒന്ന് ഇമ്മൊബിലൈസ് ചെയ്യുക. ദാറ്റ് ഈസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർ ഫ്രാക്ചർ ഓർ എനി ഇഞ്ചുറീസ്. ഡോക്ടർ, നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുകയാണ്. ഓക്കെ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. നാരായണൻകുട്ടി സാർ, സംശയം ചോദിച്ചോളൂ ഡോക്ടറോട്. എനിക്കൊരു ചെറിയൊരു ആക്സിഡന്റ് പറ്റിയായിരുന്നു. ഓക്കെ, ആക്സിഡന്റ് പറ്റിയായിരുന്നു. പത്തിയുടെ മേലില പൊട്ടലുള്ളത്, പക്ഷേ തോളിലാണ് എനിക്ക് വേദന. എത്ര നല്ല നാളായി? വേദനയുണ്ട് ലെഫ്റ്റ് സൈഡ്. ഇതിപ്പോ ഒരു വർഷത്തോളം ആകാൻ തുടങ്ങി. ശരി. ആയിട്ടുണ്ട്. അന്ന് ഒടിഞ്ഞപ്പോൾ എന്തെങ്കിലും ആയിരുന്നു. പക്ഷെ പൊട്ടിയ സ്ഥലത്ത് നല്ല വേദന. എനിക്ക് മേളിൽ ഏറ്റവും മേളിൽ തോളത്ത വേദന. ലെഫ്റ്റ് സൈഡിൽ ചരിഞ്ഞ് കിടക്കാൻ പറ്റുന്നില്ല. അല്ല, ഒരു വർഷം മുമ്പാണ് വീണിട്ട് ഒടിഞ്ഞതാണോ? എങ്ങനെ? അല്ല, ഒരു ബൈക്ക് ബൈക്കിൽ നിന്ന് തട്ടിയതാ. ശരി. അപ്പൊ അത് ഹാൻഡിൽ തട്ടിയതാ. ഓക്കെ, അന്ന് ചികിത്സ എന്തെങ്കിലും എടുത്തായിരുന്നു? ചികിത്സ ഒരു 2 മാസത്തോളം മരുന്ന് കഴിച്ചായിരുന്നു. കാണിച്ചായിരുന്നു, പ്ലാസ്റ്റർ ഇട്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. പ്ലാസ്റ്റർ 3-4 പ്രാവശ്യം മാറി ഇട്ടായിരുന്നു. സാധാരണ 2 മാസം പ്ലാസ്റ്റർ ഇട്ടിരുന്നു അല്ലേ ഒടിഞ്ഞതിന്? അല്ലേ, 2-3 മാസത്തോളം ഇട്ടു. ഓക്കെ. സാധാരണ ഈ പോസ്റ്റ് ട്രോമ അല്ലെങ്കിൽ ഇതുപോലെ ഒടിവോ ചതവോ വന്നതിന് ശേഷം സാധാരണ വരുന്ന ഒരു കണ്ടീഷനാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്റ്റിഫ്നെസ്, അല്ലെങ്കിൽ ഷോൾഡർ ഹാൻഡ് സിൻഡ്രോം വരാം, അല്ലെങ്കിൽ റിഫ്ലക്സ് സിംപൈറ്റിക് ഡിസ്ട്രോഫി എന്ന് പറയാം. ഈ 2-3 കണ്ടീഷൻസിൽ വരുന്ന ഇതാണ് ഇത്. ഷോൾഡർ പെയിൻ, തോള് വേദന എന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ തോള് വേദനയാണുള്ളത് അല്ലേ? സാധാരണ ഈ അപ്പർ ലിംബിൽ എവിടെ ട്രോമ വന്നാലും ഇല്ലെങ്കിൽ ഒടിഞ്ഞാലും കുറച്ച് നാൾ പ്ലാസ്റ്റർ ഇട്ടതിന് ശേഷം നമ്മൾ പ്ലാസ്റ്റർ അനങ്ങാതെ വെച്ചിരുന്നതാണല്ലോ കൈ. അപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് സ്റ്റിഫാവും. അപ്പർ ലിംബിൻ്റെ ഷോൾഡർ, എൽബോ ഇതെല്ലാം സ്റ്റിഫാവുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ അഡിക്വേറ്റായിട്ട് പ്ലാസ്റ്റർ മാറ്റിയതിന് ശേഷം കറക്റ്റായിട്ട് റെഗുലറായിട്ട് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നൊരു ചികിത്സ കൂടെ ചെയ്യേണ്ടി വരും. വിരലുകൾ അനക്കുക, അല്ലെങ്കിൽ എൽബോ എല്ലാ മൂവ്മെൻറ്റ്സും, റിസ്റ്റ് മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ എൽബോ, ഷോൾഡർ എല്ലാ മൂവ്മെൻറ്റ്സും എല്ലാ റേഞ്ചും. രാത്രി കിടന്നുറങ്ങുന്ന നേരത്ത് വിരല് മടക്കിയാ വെക്കുന്നത്. നിവർത്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ മടക്കാൻ പറ്റില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് സാധാരണ സംഭവിക്കുന്നതാണ്. നമ്മൾ പ്ലാസ്റ്റർ ഇട്ടുള്ള ചികിത്സയ്ക്ക് ശേഷം നമ്മൾ കറക്റ്റായിട്ടുള്ള റെഗുലറായിട്ട് ഫിസിയോതെറാപ്പി കുറച്ച് നാൾ ചെയ്യേണ്ടി വരും. എക്സസൈസ് പോലെ എല്ലാ ജോയിൻറ്റ് മൊബിലൈസ് ചെയ്തെടുക്കണം. എല്ലാ കയ്യിൽ ഇപ്പോൾ അപ്പർ ലിംബിൽ തന്നെ ഒരുപാട് ജോയിൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ റിസ്റ്റ് ജോയിൻ്റ് ഉണ്ട്, എൽബോ ജോയിൻ്റ് ഉണ്ട്, ഷോൾഡർ ജോയിൻ്റ് ഉണ്ട്, വിരലുകളിൽ തന്നെ ഒരുപാട് ജോയിൻറ്റ്സ് ഉണ്ട്. ഇതെല്ലാം നന്നായിട്ട് അനക്കിയെടുക്കണം. നമ്മൾ സാധാരണ ഫ്രാക്ചർ ആയതിനു ശേഷം പ്ലാസ്റ്റർ മാറ്റിയതിന് ശേഷം കറക്റ്റായിട്ടുള്ള ഫിസിയോതെറാപ്പി അഡ്വൈസ് ചെയ്യാറുണ്ട്. ഓരോ ഹാൻഡിലാണെങ്കിൽ എക്സസൈസ് ബോൾ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ ജോയിൻറ്റും അനക്കി എടുക്കും. അതെ അതെ, ആ ഷോൾഡറും എല്ലാം ഫിസിയോതെറാപ്പി ചെയ്ത് റെഗുലറായിട്ട് ഒരു കുറച്ച് നാൾ ചെയ്യുമ്പോൾ അത് മാറത്തുള്ളൂ. അങ്ങനെയാണ് സാധാരണ കണ്ടുവരുന്നത്. അതെ, ഒടിവ് അപ്പോൾ കുറച്ച് നാൾ പ്ലാസ്റ്റർ ഇട്ട് ചികിത്സിച്ചിരുന്നല്ലോ. അപ്പോൾ അതിനുശേഷം പോസ്റ്റ് ട്രോമ ആയിട്ട് വരുന്ന റിഫ്ലക്സ് സിംപൈറ്റിക് ഡിസ്ട്രോഫി എന്നൊരു കണ്ടീഷനും ഉണ്ട്. അപ്പോൾ അത് സാധാരണ ഫിസിയോതെറാപ്പിയിൽ ചില ചികിത്സകളുണ്ട്. എക്സസൈസ് തെറാപ്പി എന്ന് പറയും. അതിൽ ചില ഫിസിക്കൽ മൊഡാലിറ്റീസ് ഉണ്ട്. അപ്പോൾ അൾട്രാസൗണ്ട് തെറാപ്പി അല്ലെങ്കിൽ ടെൻസ്, അതായത് ട്രാൻസ്ക്യൂട്ടേനിയസ് ഇലക്ട്രിക് നെർവ് സ്റ്റിമുലേഷൻ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ലൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ അല്ലെങ്കിൽ ഫിസിക്കൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിനെ കാണണം. ഫിസിയാട്രിസ്റ്റ് എന്ന് പറയും. അത് അങ്ങനെയുള്ള ഡോക്ടേഴ്സാണ് ഇത്തരം കാര്യങ്ങൾ കറക്റ്റായിട്ടുള്ള ഒരു ചികിത്സ നമ്മുടെ രോഗികൾക്ക് പഴയ രീതിയിൽ തന്നെ മുമ്പ് എങ്ങനെയായിരുന്നു, നമ്മൾ ഒടുവിന് മുമ്പ് എങ്ങനെ കൈയായിരുന്നു ആ രീതിയിൽ ആകണമെങ്കിൽ നല്ലൊരു ഫിസിക്കൽ മെഡിസിൻ ഡോക്ടറുമായിട്ട് ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും അത് കൃത്യമായിട്ടുള്ള. ഓക്കെ, ഡയബറ്റിക് ആണോ? ഷുഗർ ഉണ്ടോ? മറ്റു അസുഖങ്ങളൊന്നുമില്ല. കൊളസ്ട്രോൾ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നുമില്ല. അപ്പോൾ ഒന്നുകൂടെ നമുക്കൊരു കാര്യം ചെയ്യണം. ഒന്നുകൂടെ ഒന്ന് അസസ് ചെയ്യുന്നുണ്ട്. എക്സ്റേയും മറ്റേ ഷോൾഡറിൻ്റെ എക്സ്റേയും മറ്റെന്തെങ്കിലും അസോസിയേറ്റഡ് ആയിട്ടുള്ള പരിക്കുകളുണ്ടോ എന്നുകൂടി നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒന്നുകൂടെ ഷോൾഡർ ജോയിൻ്റ് എക്സ്റേയും മറ്റ് ടെസ്റ്റുകളും ചെയ്തതിന് ശേഷം എന്താണ് അവിടെ പറ്റിയിരിക്കുന്നതെന്ന് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ടുള്ള ചികിത്സ ഒന്നുകൂടെ എന്താണ് പുതിയ വേറെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്ന് നോക്കേണ്ടി വരും. നാരായണൻകുട്ടി സാർ, വിളിച്ചതിന് വളരെയധികം നന്ദി. ഡോക്ടർ, നമ്മൾ വീഴ്ച ഉണ്ടാകുമ്പം നീര് വരുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പലപ്പോഴും നമ്മൾ കാണുന്നത് ഒരു വീഴ്ച വന്നു കഴിഞ്ഞാൽ അവിടെ നീര് വന്നത് അവഗണിച്ചുകൊണ്ട് അവിടെ ജെല്ല് പുരട്ടുകയോ എണ്ണ തടവുകയോ ചെയ്യുന്നതാണ്. അങ്ങനെ എണ്ണ പുരട്ടുകയോ ജെല്ല് പുരട്ടുകയോ ചെയ്യുന്നത് കൊണ്ട് ഫ്യൂച്ചറിൽ എന്തെങ്കിലും അപകടങ്ങളോ വല്ലതും ഉണ്ടാവുമോ?
അല്ല, സാധാരണഗതിയിൽ നമ്മൾ ഒരു പരിക്ക് പറ്റിയാൽ, ഇപ്പോൾ ഒടിവാണെങ്കിലും ചതവാണെങ്കിലും ആദ്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൈസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാം. റെസ്റ്റ്, ഐസ്, കംപ്രഷൻ ആൻഡ് എലിവേഷൻ. അങ്ങനെ നമ്മുടെ ആ നീര് കുറയ്ക്കാൻ സാധിക്കും. റെസ്റ്റ് ചെയ്യുക, നല്ല വേദന ഉണ്ടെങ്കിൽ ഐസ് അപ്ലൈ ചെയ്യാം. കംപ്രഷൻ, അതായത് ബാൻഡേജ് ഒക്കെ ചുറ്റാവുന്നതാണ്. പിന്നെ എലിവേഷൻ. അപ്പോൾ ഈ 4 മെത്തേഡ്സാണ് ഇനിഷ്യൽ അക്യൂട്ട് ഫേസ് ഓഫ് ഇഞ്ചുറിയിൽ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിയുമ്പോൾ തന്നെ നമ്മൾ വേദനയും നീരും കുറച്ച് കുറയും. പിന്നെ നമ്മൾ കറക്റ്റായിട്ടുള്ള എക്സ്റേയോ അല്ലെങ്കിൽ ടെസ്റ്റുകൾ ചെയ്തതിന് ശേഷം ഒടിവുണ്ടോ അല്ലെങ്കിൽ ചതവ് മാത്രമേ ഉള്ളൂ, വേറെ സ്ട്രെയിനോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, എന്താണ് കറക്റ്റായിട്ടുള്ള ഒരു ഡയഗ്നോസിൽ പിന്നെ എത്താം. ആദ്യത്തെ ഫസ്റ്റ് എയ്ഡ് ചെയ്തതിന് ശേഷം. എന്നിട്ട് അതനുസരിച്ച് ഇപ്പം വലിയ ഒടിവൊക്കെ ആണെങ്കിൽ പ്ലാസ്റ്റർ ഇടുകയോ അല്ലെങ്കിൽ അതല്ല ബാൻഡേജ് ഇടുകയോ എന്തെങ്കിലും, അഥവാ ഓപ്പറേഷൻ വല്ലതും വേണ്ട ഒടിവാണെങ്കിൽ അത് നമുക്ക് എക്സ്റേയിലൊക്കെ അറിയാൻ പറ്റും. നമ്മൾ ജോയിൻറ്റിലോട്ടൊക്കെ ഉള്ള ഫ്രാക്ചറാണ് ചിലപ്പോൾ ഓപ്പറേഷൻ അല്ലെങ്കിൽ കമ്പി, പ്ലേറ്റും സ്ക്രൂ ഒക്കെ ഇട്ടുള്ള ചികിത്സ വേണ്ടി വരും. അപ്പം ഡോക്ടർ ഒരുപാട് രോഗാവസ്ഥകളെക്കുറിച്ച് പറയുകയുണ്ടായി. ഈ രോഗാവസ്ഥകൾക്കുള്ള നൂതന ചികിത്സാ മാർഗങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് വിശദമാക്കാമോ? തീർച്ചയായും. നൂതന ചികിത്സാ മാർഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർത്തോപെഡിക് സർജറി എന്ന് ഒരുപാട് ആധുനികമായ ചികിത്സാ രീതികൾ ഓരോ ദിവസവും പുതുതായിട്ടുണ്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഉദാഹരണത്തിന് നമ്മൾ 10-20-25 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഫ്രാക്ചറോ അല്ലെങ്കിൽ ഒടിവോ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റർ ഇടുക എന്നുള്ളത് ആയിരുന്നു കൂടുതലായിട്ട് ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പുതിയ ടെക്നോളജിയൊക്കെ വളർന്നതിന് ശേഷം നമുക്ക് ഓപ്പറേഷൻ വളരെ സുഗമമായി ചെയ്യാവുന്ന ഒരു അവസ്ഥയുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ സർജറി ചെയ്ത് പഴയ രീതിയിൽ തന്നെ എല്ല് പിടിച്ചിടുക, അല്ലെങ്കിൽ പ്ലേറ്റ് സ്ക്രൂ ഇടുക, അല്ലെങ്കിൽ നെയിലിംഗ് ചെയ്യാം. അപ്പോൾ ഇതിനെല്ലാം പുതിയ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം സിയാം എന്നൊരു ടെക്നോളജിയാണ്. നമ്മുടെ എക്സ്റേ നമ്മൾ തിയേറ്ററിൽ തന്നെ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ എക്സ്റേ കണ്ടുകൊണ്ട് തന്നെ പൊസിഷനൊക്കെ കറക്റ്റ് ചെയ്ത് ജോയിൻ്റൊക്കെ കറക്റ്റ് അലൈൻമെൻറ്റിൽ വരുത്തി നമുക്ക് പ്ലേറ്റും സ്ക്രൂ അല്ലെങ്കിൽ കമ്പിയൊക്കെ ഇട്ടുള്ള ചികിത്സ വളരെ എളുപ്പത്തിൽ എല്ലായിടത്തും ഇപ്പോൾ അവൈലബിൾ ആണ്. മിക്കവാറും ഹോസ്പിറ്റലുകളിൽ ഓർത്തോ വിഭാഗമുള്ള ഹോസ്പിറ്റലുകൾ പ്രൈവറ്റിലാണെങ്കിലും നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിലാണെങ്കിലും ജില്ലാ ഹോസ്പിറ്റലിലാണെങ്കിലും എല്ലായിടത്തും സിയാം എന്ന മെഷീൻ ഉള്ളത് കാരണം നമ്മൾ പ്രധാനപ്പെട്ട ട്രോമ സർജറി അല്ലെങ്കിൽ ഫ്രാക്ചറുകളെല്ലാം നമുക്ക് ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. മാത്രമല്ല ഇപ്പോൾ മറ്റൊരു ട്രെൻഡ് ഇപ്പോൾ പുതുതായിട്ട് ആധുനികമായ ലോകത്ത് കാണുന്നതെന്ന് പറഞ്ഞാൽ ഓർത്തോ വിഭാഗം പലതരം സ്പെഷ്യാലിറ്റി ആയിട്ട് വളർന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ജോയിൻറ്റ് മാത്രം ആർത്രോസ്കോപ്പി അല്ലെങ്കിൽ ആർത്രോപ്ലാസ്റ്റി എന്നിങ്ങനെയൊക്കെ ഉള്ള പല വിഭാഗങ്ങളായിട്ട് ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഡോക്ടർ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുകയാണ്. രവി സാർ. ഹലോ. രവി സാർ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഞാൻ മാവേലിക്കൽ എന്ന് വിളിക്കുന്നത് സാർ. സംശയം ചോദിച്ചോളൂ. ഞാൻ ഒരു 8 മാസങ്ങൾക്ക് മുമ്പ് ഞാനൊന്ന് വീണായിരുന്നു. അപ്പൊ എന്റെ കാലിന്റെ ഇടത്ത് സൈഡ് ചിരട്ടയുടെ അടിഭാഗത്തെ അസ്ഥിക്ക് ഒരു ചെറിയ പൊട്ടി ഉണ്ടായിരുന്നു. അത് മാവേലി ഗവൺമെന്റ് ഹോസ്പിറ്റലില് ഒരു ഓർത്തോ സർജൻ സുഭാഷൻ പറഞ്ഞ ഡോക്ടർ സാറ് ഓപ്പറേഷൻ ചെയ്ത്, അപ്പം അത് ഒരു കമ്പി ഇട്ടുണ്ട്. അത് ചെയിൻ പോലാണ് ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ആ ചിരട്ട ഭാഗത്ത് ഇങ്ങനെ കമ്പി അതിങ്ങനെ ഒരു ചെയിൻ പോലെ കിടപ്പുണ്ട്. പക്ഷെ ഇപ്പൊ 8 മാസങ്ങൾക്ക് ശേഷം എനിക്ക് ആ കാലിന്റെ ഇപ്പം മേൽഭാഗം ഒരു ചൊറിച്ചിലും ആ സ്കിന്ന് ഏതായിട്ട് പൊട്ടുകയും ചെറിയ വെള്ളമൊക്കെ വരികയും ചെയ്ത്. അപ്പൊ എനിക്ക് ഒരു അക്കിപ്പഞ്ചർ ഒരു ഡോക്ടറെ കാണിച്ച് പുള്ളി ഒരു ചെറിയ ഇപ്പൊ ആ വെള്ളമൊലിപ്പ് മാറി, പക്ഷെ ഇടയ്ക്ക് ചെറിയ ചൊറിച്ചിലുണ്ട്. അപ്പൊ അത് കമ്പിയുടെ 1 വർഷം ആകുമ്പോഴത്തേന് കമ്പി എടുക്കണം. 1 വർഷം ആയില്ല. അപ്പൊ കമ്പി എടുക്കണം എന്നുള്ള ഉദ്ദേശം ഞാൻ ഇരിക്കുന്നേ. അതിന്റെ എന്താന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. ഞങ്ങളൊക്കെ പറ്റി എന്താ വെള്ളം ഒഴിക്കുന്നതും ആ സ്കിന്നൊക്കെ ഒരു തടുപ്പ് കൊണ്ട് ചെറുതായിട്ട് വെള്ളം അതിനകത്ത് പൊടിക്കുന്നുണ്ടേ ചില സമയത്ത്. ഇപ്പം പിന്നെ അങ്ങനെയില്ല. ഞാൻ ആ മഞ്ഞളും കല്ലുപ്പും കൂടെ വെള്ളം തിളപ്പിച്ചിട്ട് ചെറിയ ഇതായിട്ട് ഞാൻ അവിടെ കഴുകും, ആ ചൊറിച്ചിൽ മാറാൻ വേണ്ടി. അങ്ങനെ ചെയ്യുന്നത് നല്ലതാണോ? ഡോക്ടർ അതിന് ഉത്തരം പറയും, ശ്രദ്ധിക്കൂ. ഇപ്പം പറഞ്ഞതനുസരിച്ച് എനിക്ക് കാൽമുട്ടില് പറ്റല്ല എന്ന് പറയുന്ന എല്ലിനാണ് പൊട്ടൽ വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പറഞ്ഞതനുസരിച്ച് ആ ചിരട്ട ഭാഗം ഉണ്ടല്ലോ, കാൽമുട്ടില് ചിരട്ടയുടെ ഒടിവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്റേ ഒക്കെ കറക്റ്റായിട്ട് കണ്ടാലേ കൃത്യമായിട്ട് പറയാൻ ചെയ്തിരിക്കുന്ന സർജറി പറഞ്ഞത് നോക്കിയിട്ട് ടെൻഷൻ ബാൻഡ് വയറിങ് എന്ന് പറയുന്ന ഓപ്പറേഷനായിട്ടാണ് പറഞ്ഞതനുസരിച്ച്. എക്സ്റേ കാണുമ്പോൾ കൃത്യമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ അത് നമുക്കൊരു ഒന്നുകൂടെ ഒന്ന് എക്സ്റേ എടുത്ത് നോക്കാവുന്നതാണ്. കാരണം അത് ടെൻഷൻ ബാൻഡ് വയറിംഗ് എന്ന് പറയുമ്പം ഒരു രണ്ട് കമ്പി ഇങ്ങനെ ഇടുകയും അതിനെ സർക്കിൾ ചെയ്തിട്ടുള്ള വേറൊരു SS വയർ കൂടെ ചുറ്റിക്കെട്ടുന്നതാണ്. അതാകാനാണ് സാധ്യത പറഞ്ഞ് കേട്ടിട്ട്. ചിരട്ടയുടെ അടിയിൽ കൂടെയാണ് പോയതെന്നാണ് പറയുന്നത്. അപ്പം അത് ഇപ്പോൾ എക്സ്റേ നോക്കിയിട്ട് അതിൻ്റെ ആ പൊസിഷൻ അല്ലെങ്കിൽ എല്ല് കറക്റ്റായിട്ട് യുണൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് അസസ് ചെയ്യേണ്ടി വരും, റീഅസസ് ചെയ്യേണ്ടി വരും, ഒന്നുകൂടെ ഒന്ന് എക്സ്റേ ഒക്കെ എടുത്തതിന് ശേഷം. എന്നിട്ടേ നമുക്കത് എടുക്കാറായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചികിത്സ കൂടി ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത് അറിയണമെങ്കിൽ ഈ എക്സ്റേ ഒന്നുകൂടെ എടുത്തിട്ട് പൊട്ടിയ ഭാഗം എത്രത്തോളം അത് യുണൈറ്റ് ചെയ്തു അല്ലെങ്കിൽ എത്രത്തോളം അതിന് ഉറപ്പായിട്ടുണ്ടെന്നുള്ളത് ചെക്ക് ചെയ്തിട്ടേ ഇതിന് കറക്റ്റായിട്ടുള്ള ഒരു മറുപടി പറയാൻ പറ്റും. ഒന്നുകൂടെ ഒന്ന് ചെക്കപ്പ് ചെയ്യേണ്ടി വരും. വിളിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് കൂടുതലൊന്ന് വിശദമാക്കാമോ? സ്പെഷ്യാലിറ്റി ഇപ്പം പണ്ട് കാലത്ത് അങ്ങനെ അത്രത്തോളം സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞ് ഇല്ലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഇപ്പോൾ ബോൺ ട്യൂമേഴ്സ് തന്നെ ഒരു പ്രത്യേക ബോൺ ട്യൂമർ വിഭാഗം തന്നെയുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ്. അതുപോലെ ആർത്രോസ്കോപ്പി എന്ന് പറയുന്നത് ജോയിൻറ്റ് കീ ഹോൾ സർജറിയുടെ ഭാഗം, അതല്ലെങ്കിൽ ആർത്രോപ്ലാസ്റ്റി എന്ന് പറയുന്നത് മുട്ട് മാറ്റിവെക്കുക ശസ്ത്രക്രിയയുടെ ആർത്രോപ്ലാസ്റ്റിക്. അപ്പോൾ ഇതിനൊക്കെ പ്രത്യേകമായിട്ട് ട്രെയിനിങ് എടുത്ത ഓർത്തോപെഡിക് സർജന്മാർ അതിൽ സ്പെഷ്യലൈസ് ചെയ്ത് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ സ്പൈൻ സർജനുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ നിരവധി സ്പെഷ്യാലിറ്റീസ് ഇപ്പോൾ തന്നെ ഇപ്പോൾ ഹാൻഡ് സർജനുണ്ട്. ഹാൻഡിലെ പ്രോബ്ലംസ് എല്ലാം ഡീൽ ചെയ്യുന്ന ഓർത്തോപെഡിക് സർജന്മാരാണ്. ഈ ഹാൻഡിലെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഈ ടെന്നീസ് എൽബോ പോലുള്ള കാര്യങ്ങളും ഷോൾഡറും ഒക്കെയാണോ വരുന്നത്? അതെ, ടെന്നീസ് എൽബോ, ഷോൾഡറിൽ റൊട്ടേറ്റർ കഫ് ടെൻഡിനൈറ്റിസ്, പിന്നെ കയ്യിൽ ട്രിഗർ ഫിംഗർ അല്ലെങ്കിൽ കാർപ്പൽ ടണൽ സിൻഡ്രോം, ഇതെല്ലാം തന്നെ നമ്മൾ റെപ്പറ്റേറ്റീവ് സ്ട്രെയിൻ ഇഞ്ചുറി എന്ന് പറഞ്ഞ് നമുക്കെല്ലാം പല ജോലികൾ ചെയ്യുന്നവർക്ക് വരുന്ന അസുഖങ്ങളാണ്. അതിനൊക്കെ പ്രായം ഒരു ഘടകമാണോ? പ്രായവും നമ്മുടെ ജോലിയുടെ കൂടുതൽ റെപ്പറ്റേറ്റീവ് സ്ട്രെയിൻ ഇഞ്ചുറി എന്നാണ് പറയുന്നത്. കൂടുതൽ ജോലികൾ ചെയ്യുന്നവർക്ക് ആ ജോലി ഏത് ജോയിൻറ്റിലാണ് കൂടുതൽ സ്ട്രെയിൻ വരുന്നത്. ഇപ്പോൾ റൊട്ടേറ്റർ കഫ് ടെൻഡിനൈറ്റിസ് കൂടുതൽ ഷോൾഡർ മൂവ്മെൻറ്റ്സ് കൂടുതൽ ജോലികളിൽ ചെയ്യുന്ന ആൾക്കാർക്ക് വരും. അത് ടെന്നീസ് എൽബോ ആണെങ്കിൽ കൂടുതൽ ഇപ്പം ജോലികൾ അങ്ങനെ ചെയ്യുന്നവർക്കുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ രോഗാവസ്ഥയ്ക്കൊക്കെ സർജറി കൂടിയേ തീരുള്ളൂ, അതോ മരുന്ന് ചികിത്സ മാത്രം മതിയാവൂ, എങ്ങനെയാണ്? അല്ല, അത് തുടക്കത്തിലൊക്കെ മരുന്നുകൾ മതിയാകും. തുടക്കത്തിൽ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്ന് ഗ്രേഡിംഗ് ഉണ്ട്. അപ്പോൾ ആ തുടക്കത്തിൽ ഈ അസുഖങ്ങളുടെ തുടക്കഘട്ടങ്ങളിൽ മരുന്നുകളും എക്സസൈസ് തെറാപ്പി അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തിട്ട് അതിൽ കുറയുന്നില്ലെങ്കിൽ മാത്രമാണ്. ഇപ്പോൾ കാർപ്പൽ ടണൽ സിൻഡ്രോം ആണെങ്കിൽ നമ്മൾ അതിൽ കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ടെസ്റ്റ്, നെർവ് കണ്ടക്ഷൻ സ്റ്റഡി എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിൽ എത്രത്തോളം അതിനകത്തുള്ള മീഡിയൻ നെർവ് എത്രത്തോളം കംപ്രസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ സിവിയർ ആയിട്ടുള്ള കംപ്രഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അത് കാർപ്പൽ ടണൽ റിലീസ് എന്നുള്ള സർജറി ചെയ്യാം. അപ്പോൾ ഓരോന്നിനും അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് അസസ് ചെയ്തിട്ടാണ് സർജറിയിലോട്ട് പോകുന്നത്. ആദ്യമേ നമ്മൾ സർജറി ചെയ്യാറില്ല. ആദ്യം കുറച്ച് കൺസർവേറ്റീവ് മൊഡാലിറ്റീസ് ലൈക്ക് പെയിൻ കില്ലേഴ്സ് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി അങ്ങനെ പലതും ചെയ്തതിന് ശേഷം അതിൽ കുറയുന്നില്ല എന്ന് കണ്ടാൽ മാത്രമേ ഓപ്പറേഷൻ ചെയ്യേണ്ടതുണ്ടെന്നുള്ളത് ചെക്കപ്പ് ചെയ്യത്തുള്ളൂ. ഡോക്ടർ ഫിസിയോതെറാപ്പിയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യുമ്പോൾ ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണോ, അതോ കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും വരാൻ ചാൻസ് ഉണ്ടോ? ഇല്ല, നല്ല രീതിയിൽ റെഗുലറായിട്ട് കറക്റ്റായിട്ട് ഫിസിയോതെറാപ്പി ഒരു റെജീം എന്നാണ് പറയുന്നത്. ആ കറക്റ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും അസുഖങ്ങൾ ചില ഫിസിയോതെറാപ്പി കൊണ്ട് മാറുന്ന അസുഖങ്ങൾ അങ്ങനെ മാറാറുണ്ട്. അല്ലാത്ത ഇപ്പോൾ ട്രോമയൊക്കെ നമുക്ക് ചില കാര്യങ്ങൾ സർജറി കൂടിയേ തീരുന്നുള്ള സർജറി തന്നെ വേണ്ടി വരും. ഈ സർജറി വേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് പറയാമോ? അത് ഡിപ്പെൻഡ്സ് ഓൺ ദ കണ്ടീഷൻ. ഇപ്പോൾ ട്രോമ ഇപ്പം നല്ല ഫ്രാക്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ നമ്മളിപ്പം കൂടുതലും സർജറി ചെയ്യാറുണ്ട്. ഇപ്പോൾ ഫോറാം ബോൺ ഫ്രാക്ചേഴ്സ് ആണെങ്കിൽ, ഇപ്പോൾ ജോയിൻറ്റ് ഇൻവോൾവ് ആയിട്ടുള്ള ഇൻട്രാ ആർട്ടിക്കുലർ ഫ്രാക്ചേഴ്സ് എന്ന് പറയുന്നതൊക്കെ ആണെങ്കിൽ നമ്മൾ സർജറിയിലാണ് ചികിത്സിക്കുന്നത്. കൂടുതലും നമ്മൾ ഈ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അതിൻ്റെ നൂതന ചികിത്സാ രീതികളൊക്കെ എങ്ങനെയാണെന്നൊന്ന് പറയൂ. കൂടുതലും നമ്മളിപ്പോൾ നീ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ ചെയ്തു വരുന്നതാണ്. കാരണം നമ്മളൊരു 50-60 വയസ്സ് കഴിയുമ്പോൾ മിക്കവാറും ആൾക്കാരിലും നീ ജോയിൻറ്റ് കുറച്ച് ഡീജനറേഷൻ വരികയും ആർത്രൈറ്റിസ് വരികയും അത് പ്രോഗ്രസ് ചെയ്തതിന് ശേഷം ഒരു ഘട്ടമാകുമ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ട അവസ്ഥ വരികയും ചെയ്യും. അപ്പോൾ നമ്മളത് എക്സ്റേ ഒക്കെ എടുത്ത് അതിൻ്റെ പ്രോഗ്രഷൻ എത്രത്തോളം ആയിട്ടുണ്ടെന്ന് അസസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മൈൽഡ്, ഇപ്പോൾ ഓരോ ഗ്രേഡിങ്സ് ഉണ്ട്, അതിന് പ്രത്യേകമായിട്ടുള്ള ടെക്നിക്സ് ഉണ്ട്. അതിൽ ഓസ്റ്റിയോഫൈറ്റ്സ്, അതിൽ ജോയിൻറ്റ് സ്പേസ് നാരോയിങ്, ഇതെല്ലാം അസസ് ചെയ്തിട്ട് എത്രത്തോളം പ്രോഗ്രഷൻ ഉണ്ട്. അത് തുടക്കത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് കൺസർ ചെയ്ത് ഓപ്പറേഷൻ കൂടാതെ തന്നെ ഇപ്പോൾ പുതിയ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് പ്രിസർവേഷൻ സർജറി എന്നുള്ളതാണ്. അപ്പോൾ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് പരമാവധി എങ്ങനെ ഡിലേ ചെയ്യിക്കാം അല്ലെങ്കിൽ എങ്ങനെ പറ്റുമെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ
പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത്. അതിനായിട്ട് നമ്മൾ പുതിയ ടെക്നിക്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ അതൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ കാർട്ടിലേജ് ഡാമേജ് വന്നിട്ടാണ് സാധാരണ ഓസ്റ്റിയോആർത്രൈറ്റിസും ജോയിൻറ്റ് ഡാമേജും വന്നിട്ട് ഓപ്പറേഷനിലോട്ട് എത്തുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ കാർട്ടിലേജ് ഡാമേജൊക്കെ നമ്മൾ ചെറിയ കാർട്ടിലേജ് ഗ്രാഫ്റ്റ് വെച്ച് ചികിത്സിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് റീജനറേറ്റ് തെറാപ്പി എന്നും പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ തുടക്കത്തിലൊക്കെ ആണെങ്കിൽ ഇനിഷ്യൽ ഫേസിൽ നമുക്ക് ഓപ്പറേഷൻ കൂടാതെ തന്നെ നമുക്ക് ജോയിൻറ്റ് പ്രിസർവേഷൻ സർജറിയിൽ കൂടെ നമുക്ക് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് അവോയ്ഡ്. പക്ഷേ ഒരുപാട് പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോയിൻറ്റ് റീപ്ലേസ്മെൻ്റ് അല്ലാതെ വഴിയില്ലാതെ അത് പല പുതിയ ടെക്നിക്സും ഉണ്ട് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റിനായിട്ട്. വളരെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം ഈവൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ ഉപയോഗിച്ച് റോബോട്ടിക് വരാം. ഡോക്ടർ ഒരു പ്രേക്ഷകൻ നമ്മളോടൊപ്പം ചേരുകയാണ്. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ശാരദ മാം. മാവേലിക്കരയിൽ നിന്നും ശാരദ മാം. ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. മാവേലിക്കരയിൽ നിന്നാണ്. ഞാൻ 2 വർഷം മുൻപ് മറിഞ്ഞു വീണതാണ്. പുറകിലോട്ട് മറിഞ്ഞു വീണതാണ്. ആ മറിഞ്ഞു വീണ നടുവിന്റെ വേദന, ഭയങ്കര വേദനയാണ് നടുവിന്. നടുവിന്റെ വേദന വരുമ്പോൾ 2 കാലും ഒന്ന് പെരിക്കുക. ഡോക്ടറെ കണ്ട് ഡോക്ടർ പറഞ്ഞു MRI സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞു. MRI സ്കാനിങ് ചെയ്തപ്പോൾ നടുവിന് പ്രശ്നവും അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. കാലിന് 2 മുട്ടിനും തേയ്മാനവും ഉണ്ട്. നടുവിന് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ സ്ക്രൂ ഇടും, അതുകൊണ്ട് പിന്നെ നടക്കാൻ പറ്റത്തില്ലെന്ന് ആൾക്കാർ പറയുന്നു. സത്യമാണോ ഡോക്ടർ? നടുവിന് സ്ക്രൂ ഇടുന്ന സർജറി സാധാരണ പെഡിക്കൽ സ്ക്രൂ ഫിക്സേഷൻ എന്നാണ് പറയുന്നത്. അത് നട്ടെല്ലിൻ്റെ കശേരുക്കല്ലിൽ വരുന്ന ഒടിവുകളിൽ സംഭവിക്കുന്നതാണ്. അപ്പം അതിൽ ഒരു വെഡ്ജ് കംപ്രഷൻ, ഒരുപാട് കംപ്രഷൻ ഫ്രാക്ചർ ഉണ്ടെങ്കിൽ സാധാരണ നമ്മളിത് ചെയ്യാറുണ്ട്, പെഡിക്കൽ സ്ക്രൂ ഫിക്സേഷൻ ചെയ്യാറുണ്ട്. അത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൂതന സംവിധാനങ്ങൾ വന്നത് കാരണം വളരെ അത്ര കോംപ്ലിക്കേഷനൊന്നും ഇപ്പോൾ വരാറില്ല. പണ്ട് തുടക്കകാലത്ത് കോംപ്ലിക്കേഷൻ ആയിരുന്നു. അതാണ് ഇപ്പം പലരും പറയുന്നത് അത് നടക്കാൻ പറ്റാതാകുമെന്നൊക്കെ പറയുന്നത്. പണ്ട് കാലത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, കുറച്ച് കോംപ്ലിക്കേറ്റഡ് സർജറി ആയിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ ടെക്നോളജി ഒക്കെ വന്നതിന് ശേഷം ഇപ്പോൾ സിയാം അല്ലെങ്കിൽ പലതരം ഫ്ലൂറോസ്കോപ്പി ഗൈഡൻസിലൂടെ ചെയ്യുന്നത് കൊണ്ട് ഇത് ഇപ്പോൾ അത്രത്തോളം കോംപ്ലിക്കേഷൻസ് ഒന്നും വരുന്നില്ല. പെഡിക്കൽ സ്ക്രൂ ഫിക്സേഷൻ സർജറിയാണ് ഇപ്പോൾ പറഞ്ഞത്. അത് പല ടെക്നിക്സും ഉണ്ട്. മോസ്മിയാമി ഫിക്സേഷൻ എന്ന് പറയാം. അത് നട്ടെല്ലിൻ്റെ ഒടുവിന് സാധാരണ അത് ഫിക്സ് ചെയ്യുന്ന സർജറി ഓപ്പറേഷനാണ്. അത് ചെയ്യാവുന്നതാണ്. അത് ചെയ്തേ മതിയാകുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടതായിരിക്കും. അത് ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ഡോക്ടർ എനിക്ക് നടക്കാൻ പറ്റും? എന്താണ് നടക്കാൻ പറ്റുന്നത്? ഏത് ഹോസ്പിറ്റലിനെയാണ് ചോദിക്കുന്നത്? സംവിധാനങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് ഏത് ഹോസ്പിറ്റലിൽ പോയാൽ എനിക്കത് പറ്റും? അല്ല, ഇതിപ്പം മാവേലിക്കര എന്നല്ലേ വിളിക്കുന്നത്? അതെ. അപ്പൊ അവിടെ ഇപ്പം മിക്കവാറും എല്ലാ ജില്ലകളിലും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് വന്നിട്ടുണ്ട്. ഇപ്പം ഈവൻ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണെങ്കിൽ പോലും നീ റീപ്ലേസ്മെൻ്റ് ഒക്കെ നിരവധി നടക്കുന്നുണ്ട്. ഇപ്പം ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റലിൽ ഈയിടയ്ക്ക് പത്രവാർത്ത വായിച്ചായിരുന്നു. 100-ലധികം നീ റീപ്ലേസ്മെൻറ്റ് ഒരു വർഷത്തിനും ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവിടെ വലിയൊരു വാർത്തയായിരുന്നു. അപ്പോൾ മിക്കവാറും എല്ലാ ജില്ലകളിലും അഡ്വാൻസ്ഡ് സർജറീസും എല്ലാം ചെയ്യുന്നുണ്ട്. അവിടെ ഒന്ന് അന്വേഷിച്ചാൽ മതിയാവും. അവിടെ മാവേലിക്കര ആശുപത്രിയിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് അന്വേഷിച്ച് മനസ്സിലാക്കിയാൽ കൊള്ളാമായിരുന്നു. മിക്കവാറും ഇപ്പം എല്ലാ ഹോസ്പിറ്റലുകളിലും അഡ്വാൻസ്ഡ് സർജറീസൊക്കെ ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ, ജനറൽ ഹോസ്പിറ്റലുകളിലൊക്കെ മിക്കവാറും ഒക്കെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. മിക്കവാറും ഹോസ്പിറ്റലുകളിൽ, എല്ലായിടത്തും ഇല്ലെങ്കിലും മിക്കവാറും ജനറൽ ഹോസ്പിറ്റലുകളിലൊക്കെ മിക്കവാറും സംവിധാനങ്ങളായിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ജനറൽ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ സ്പൈൻ സർജറി റെഗുലറായിട്ട് നടക്കുന്നുണ്ട്. റെഗുലറായിട്ട് ഐ തിങ്ക് 1 or 2 days സ്പൈൻ സർജറി മാത്രമാണ് ചെയ്യുന്നത് ട്രിവാൻഡ്രം ജനറൽ ഹോസ്പിറ്റലിൽ. എനിക്ക് ആലപ്പുഴ ഒന്നുകൂടെ നിങ്ങളൊന്ന് അവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലൊന്ന് അന്വേഷിച്ച് നോക്കുക. മിക്കവാറും അവിടെ തന്നെ ചെയ്യാൻ പറ്റുമായിരിക്കും. ശാരദ മാം, ഡോക്ടർ പറഞ്ഞ പോലെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഒന്ന് വിശദമായി അന്വേഷിച്ച് നോക്കുക. ഡോക്ടർ, നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഡോക്ടർ റോബോട്ടിക് സർജറിയെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ചികിത്സാ രീതിയിൽ റോബോട്ടിക് സർജറിയുടെ പ്രയോജനങ്ങളെ കുറിച്ചൊന്ന് പറയൂ. ചികിത്സാ രീതിയിൽ ഇപ്പം നമ്മുടെ റോബോട്ടിക് സർജറി എന്ന് പറയുന്നത് ഇപ്പം ഉദാഹരണം നീ റീപ്ലേസ്മെൻറ്റ് സർജറിയിൽ ഒരുപാട് പ്രിസിഷൻ പോയിൻറ്റ്സ് ഉള്ള സർജറിയാണ് നീ റീപ്ലേസ്മെൻറ്റ് സർജറി എന്ന് പറയുന്നത്. ഒരുപാട് ജിഗ്സ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ മാനുവലായിട്ട് ചെയ്യുമ്പോൾ ജിഗ്സ് വെച്ച് അതിൻ്റെ എത്രത്തോളം ബോൺ കട്ട് എടുക്കണം എന്നൊക്കെ കറക്റ്റ് അളവിലാണ് നമ്മൾ ചെയ്യുന്നത്. അളവിൽ കട്ടെടുത്തിട്ട് അതിൻ്റെ തത്തുല്യമായ പ്രോസസ്സാണ് ഫിക്സ് ചെയ്യുന്നത്. എന്നാലേ അത് അലൈൻമെൻറ്റ് കറക്റ്റ് ആവത്തുള്ളൂ. ഒരുപാട്
കറക്റ്റ് കട്ട്സ് ആൻഡ് ഇതൊക്കെ ഉള്ളതാണ്, ജിഗ്സൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് മാനുവലായിട്ട് ചെയ്യുമ്പോൾ. പക്ഷേ ഇപ്പം ഓട്ടോമേറ്റഡായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് വളരെ അഡ്വാൻസ്ഡ് ഹോസ്പിറ്റലുകൾ ചെയ്യുന്നുണ്ട്. അപ്പം അതങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സർജറി കുറച്ചുകൂടെ സുഗമമാവുന്നുണ്ട്, കുറച്ചുകൂടെ കൃത്യത വരുന്നുണ്ട്, കുറച്ചുകൂടെ ടൈം കുറയും, കുറച്ചുകൂടെ ഇത് ഹീലിംഗ് ബെറ്ററാണ്. അതിന് ഒരുപാട് പക്ഷേ വളരെ അഡ്വാൻസ്ഡ് ആണ്. അത് വ്യാപകമായി വരാൻ കുറച്ച് സമയം കൂടെ എടുക്കും. അപ്പോൾ ഈ സർജറി കഴിഞ്ഞ് കഴിയുമ്പം രോഗി എത്ര നാൾ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വരും? അതോ അന്ന് തന്നെ പോകാൻ പറ്റുമോ? എങ്ങനെയാണ് അത്? ഓരോ സർജറിക്കും ഡിഫർ ചെയ്യും. ഇപ്പം നീ റീപ്ലേസ്മെൻറ്റ് സർജറിക്ക് മിക്കവാറും ഒരു 1-2 ആഴ്ച കഴിയുമ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിടാറുണ്ട്. പക്ഷേ റീഹാബിലിറ്റേഷൻ ഫിസിയോതെറാപ്പി കുറച്ച് നാൾ ഇവിടെ ചെയ്യേണ്ടി വരും, റെഗുലറായിട്ട് ചെയ്യേണ്ടി വരും. ഈ ഇരു കാലുകളിലും സർജറി മുട്ടുമാറ്റി വയ്ക്കൽ ചെയ്യേണ്ട അവസ്ഥ എപ്പോഴാണ് വരുന്നത്? 2 കാലിലും നമ്മൾ നീയുടെ എക്സ്റേ എടുക്കുക. എക്സ്റേ എടുത്തിട്ട് എത്രത്തോളം ഡാമേജ് വന്നിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് 2 കാലിലും ഓപ്പറേഷൻ ചെയ്യുന്നത്. അതിൻ്റെ എത്രത്തോളം ജോയിന്റ് ഡാമേജ് വന്നിട്ടുണ്ടെന്നുള്ളത് അല്ല, ഒരേ സമയം തന്നെ 2 കാലിലും ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ? ഇല്ല, ഒരേ സമയം ചെയ്യാറുണ്ട്. അത് പേഷ്യൻറ്റിൻ്റെ ജനറൽ കണ്ടീഷൻ എത്രത്തോളം അത് വിസ്റ്റാൻഡ് ചെയ്യും എന്നുള്ളതനുസരിച്ചിരിക്കും. അത് ഓരോ പേഷ്യൻറ്റ് ഡിഫർ ചെയ്യും. നമുക്ക് ജനറലായിട്ട് പറയാൻ പറ്റില്ല. ഓരോ പേഷ്യൻറ്റുമുള്ള കണ്ടീഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും, അവരുടെ ജനറൽ കണ്ടീഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഡയബറ്റിസ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ BP, കാർഡിയക് സ്റ്റാറ്റസ് എല്ലാം അസസ് ചെയ്ത് കറക്റ്റായിട്ടുള്ള ഒരു അനസ്തീഷ്യ ഫിറ്റ്നസ് ഉണ്ടതിന് ശേഷമേ 2 സൈഡും ചെയ്യത്തുള്ളൂ. അത് പേഷ്യൻറ്റിൻ്റെ ആ ഒരു ഫിറ്റ്നസ് സ്റ്റാറ്റസ് എത്രത്തോളം അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന അനുസരിച്ചാണ് നമ്മൾ അത് ഡിസൈഡ് ചെയ്യുന്നത്. ഡോക്ടർ, നമ്മുടെ ഇതിലെ കീ ഹോൾ സർജറിയെ കുറിച്ചുകൂടി ഒന്ന് പറയാമോ? കീ ഹോൾ സർജറി ഓർത്തോപെഡിക്സിൽ വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ആർത്രോസ്കോപ്പി എന്നാണ് ഇതിന് പറയുന്നത്. ആർത്രോസ്കോപ്പിയുടെ വേർഡ് മീനിങ് ടു ഡോക്ടർ, ഞാനൊന്ന് വീണ്ടും ഇടപെടുകയാണ്. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. വിജയൻ സർ. വിജയൻ സർ, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. TV-യിൽ ശ്രദ്ധിക്കാതെ കോളിൽ ശ്രദ്ധിച്ച് സംസാരിക്കാമോ? അതെ, ഇതിന്റെ ബൈക്കാക്സിഡില് കൈന്റെ ഷോൾഡറിന്റെ കുഴ കിട്ടിയില്ലായിരുന്നു. കേൾക്കുന്നുണ്ട്, തുടർന്നോളൂ. എല്ല് പൊട്ടിയിട്ടില്ല, ഷോൾഡറിന്റെ കുഴ തെറ്റിയതാ. ഷോൾഡറിന്റെ കുഴ തെറ്റി, അത് കൈ പിടിച്ചിട്ട് ഇല്ലാത്ത അത് 3 ആഴ്ച ബെൽറ്റിട്ട് ഇരുന്നപ്പോ അപ്പൊ അതിപ്പോ പെയിൻ ഉണ്ട്. കൈയിപ്പോ നേരത്തെ നമ്മള് മറക്കുമ്പോഴൊക്കെ ഒരു പെയിൻ ഉണ്ട്. ഹലോ, ഷോൾഡറിന്റെ എത്ര ദിവസമായി? 3 ആഴ്ച ആയെന്നാണോ പറഞ്ഞത്? ഹലോ, 3 ആഴ്ചയായി സാറേ. ഞാനേ ജില്ലയിലാണ് ആദ്യം കാണിച്ചത്. അപ്പോൾ അന്ന് പിടിച്ചിട്ടായിരുന്നു ഷോൾഡർ ഡിസ്ലൊക്കേഷൻ പിടിച്ചിട്ടിട്ട് അവിടെ ഷോൾഡർ ഇമ്മൊബിലൈസർ അനക്കാതെ വെച്ചിരുന്നോ? 3 ആഴ്ച അനങ്ങാതെ വെച്ചിരുന്നോ? 3 ആഴ്ച അനങ്ങാണ്ട് കിടന്നു. പിന്നെ മെഡിക്കൽ കോളേജിൽ പോയി. ഓക്കെ, അപ്പൊ വീണ്ടും എക്സ്റേ എടുപ്പിച്ചു. ഓക്കെ. അപ്പൊ കൈ കുഴപ്പമൊന്നുമില്ല. അപ്പൊ കൈ ഇനി വ്യായാമം ചെയ്യാനാ പറഞ്ഞത് കൈയിന്. ഓക്കെ. ഇപ്പൊ ചെയ്യുന്നുണ്ടോ? അല്ല, ഇപ്പൊ എന്താ പ്രോബ്ലം? ഇപ്പൊ എന്താ പ്രശ്നം? എനിക്കിപ്പോ കയ്യിൽ ചെറിയ വേദന, കൈ ഇങ്ങനെ നീരക്കമായിരിക്കുന്നുണ്ട്. വേദന പറഞ്ഞാലിട്ട കാരണമുണ്ടേ. വേദനയുണ്ടോ? ചെറുതായിട്ട് ഇങ്ങനെ കൈ മടക്കി വെച്ചു. സാധാരണ യൂഷ്വലി ഷോൾഡർ തെറ്റിക്കഴിഞ്ഞാൽ പിടിച്ചിട്ടതിന് ശേഷം ഷോൾഡർ ബെൽറ്റ് പോലെ ഇമ്മൊബിലൈസർ പോലെ ഒരെണ്ണം കൊടുക്കാറുണ്ട്. അത് 3 ആഴ്ച അനങ്ങാതെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം അത് മാറ്റിയിട്ട് കുറച്ച് ഫിസിയോതെറാപ്പിയുടെ ചെയ്ത് ഒരു 3 വീക്സ് കൂടെ ഫിസിയോതെറാപ്പി ചെയ്ത് പഴയതുപോലെ ഷോൾഡർ സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യണം. അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. അല്ല, ഞാൻ ഈ കുഴമ്പ് എണ്ണ തൈലി അല്ല, സാധാരണ നമ്മൾ ഫിസിയോതെറാപ്പിയിൽ ഇത് കൈ അനക്കി എടുക്കണം. കാരണം 3 ആഴ്ച അനങ്ങാതിരുന്നത് കൊണ്ട് കുറച്ച് സ്റ്റിഫ്നെസ് കാണും. ഷോൾഡർ ജോയിൻറ്റിൻ്റെ സറൗണ്ടിങ് മസിൽസ്, റൊട്ടേറ്റർ കഫ് മസിൽസ് ഉണ്ട്. അത് കുറച്ചൊന്ന് സ്റ്റിഫാവും കുറച്ച് നാൾ 3 ആഴ്ച അനങ്ങാതിരുന്നത് കൊണ്ട്. അപ്പോൾ അതിനെ ഒന്ന് ഫിസിയോതെറാപ്പിയിലൂടെ അത് കുറച്ചുകൂടെ മൊബിലൈസ് ചെയ്ത് പഴയതുപോലെ ആകുമ്പോൾ ആ വേദന മാറും. അങ്ങനെയാണ് സാധാരണ കണ്ടുവരുന്നത്. അപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു ഫിസിയോതെറാപ്പി ചെയ്താൽ മതി. അവർ പറഞ്ഞു തന്നതുപോലെ കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ഷോൾഡർ വീൽ എക്സസൈസ്, പെൻഡുലം എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഷോൾഡർ ജോയിൻറ്റ് അനക്കി എടുക്കാനുള്ള കുറച്ച് എക്സസൈസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ 2 കൈ കൊണ്ട് ഇങ്ങനെ പൊക്കിയെടുക്കുന്നത്, അങ്ങനെ കുറച്ച് എക്സസൈസ്, ഇങ്ങനെ ഷോൾഡർ വീൽ എക്സസൈസ് ഉണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് എക്സസൈസ്
അതുപോലെ ഈ മുറിവെണ്ണൊക്കെ പറ്റണം അല്ലാതെ പറയണ്ടേ? അല്ല, പ്രോപ്പറായിട്ട് ഫിസിയോതെറാപ്പി ചെയ്താൽ തന്നെ മാറും. ഇപ്പോൾ പെൻഡുലം എക്സസൈസ്, കൈ ഇങ്ങനെ ഇട്ട് അനക്കുക, അങ്ങനെ കുറച്ച് എക്സസൈസ് മൊഡാലിറ്റി അത് കൃത്യമായിട്ട് ചെയ്യണം. ക്ഷമയോടെ ചെയ്ത് കഴിഞ്ഞാൽ അത് പഴയതുപോലെ തന്നെ ഷോൾഡർ സ്ട്രെങ്ത് റീഗെയിൻ ചെയ്ത് വേദനയൊക്കെ മാറി കൈ ശരിയാവും. അങ്ങനെയാണ് സാധാരണ കണ്ടുവരുന്നത്. 3 ആഴ്ച നമ്മൾ അനങ്ങാതെ വെച്ചതിന് ശേഷം പിന്നെ ഒരു 3 ആഴ്ചയോടെ ഫിസിയോതെറാപ്പി ഈ ഞാൻ പറഞ്ഞ മെത്തേഡ്സ് എല്ലാം ചെയ്യുക. ഷോൾഡർ വീൽ എക്സസൈസ്, പെൻഡുലം എക്സസൈസ്, അങ്ങനെ ഒരു എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചെയ്യണം. ക്ഷമയോട് ചെയ്ത് 3 ആഴ്ച ഫിസിയോതെറാപ്പി ചെയ്ത് പഴയതുപോലെ ഷോൾഡർ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. വിജയൻ സാർ വിളിച്ചതിന് വളരെയധികം നന്ദി. ഡോക്ടർ, നമ്മൾ കീ ഹോൾ സർജറിയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ തുറന്ന സർജറിയിൽ നിന്നും കീ ഹോൾ സർജറിയിലേക്ക് പോകുമ്പോഴുള്ള പ്രയോജനങ്ങളെ കുറിച്ചൊന്ന് വിശദമാക്കാമോ? കീ ഹോൾ സർജറി കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഓപ്പണായിട്ട് ഒരു നീ ജോയിൻറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോയിൻറ്റ്, ഷോൾഡർ ജോയിൻറ്റ് ആണെങ്കിൽ നമ്മൾ ഓപ്പണായിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് സോഫ്റ്റ് ടിഷ്യൂ നമ്മൾ എക്സ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹീലിംഗ് ടൈം കുറച്ചുകൂടെ കൂടും. ഹീലിംഗ് ടൈം കൂടും, ഇൻഫെക്ഷൻ്റെ ചാൻസ് കൂടുതലാണ്. മാത്രമല്ല ഈവൻ നമ്മുടെ സർജിക്കൽ പ്രൊസീജിയർ പോലും കുറച്ച് ഡിഫിക്കൽട്ടാണ് ഓപ്പണായിട്ട് ചെയ്യുമ്പോൾ. മറ്റാണെങ്കിൽ സ്കോപ്പ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സീ വിത്തിൻ, അകത്തുള്ള സ്ട്രക്ചേഴ്സ് കുറച്ചുകൂടെ മാഗ്നിഫൈ ചെയ്താണ് നമ്മൾ കാണുന്നത്. കണ്ട് കുറച്ചുകൂടെ കൃത്യമായിട്ട് തന്നെ ചെയ്യുന്ന സർജറിയാണ് ആർത്രോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് നീ ഇഞ്ചുറീസ് ലൈക്ക് സ്പോർട്സ് ഇഞ്ചുറീസ്, ACL ആൻറ്റീരിയർ ക്രൂഷ്യൽ ലിഗമെൻ്റ് എന്ന് പറയുന്നത് നീ ജോയിൻറ്റിൻ്റെ അകത്തുള്ള, അതിന് വളരെ കോമൺ ആയിട്ട്. അതിൽ മെനിസ്കൽ ഇഞ്ചുറീസ്, അതിൽ ഷോൾഡറിൽ തന്നെ റൊട്ടേറ്റർ കഫ് ടയർ, അങ്ങനത്തെ ഒരുപാട് കണ്ടീഷൻ. സ്പോർട്സ് ഇഞ്ചുറീസ് മിക്കവാറും കീ ഹോൾ സർജറി അല്ലെങ്കിൽ ആർത്രോസ്കോപ്പി കൊണ്ട് വളരെ കൃത്യമായിട്ടും വളരെ എളുപ്പത്തിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള റീഹാബിലിറ്റേഷൻ വളരെ ഈസിയാണ്. അതുകൊണ്ട് സർജിക്കൽ ഇൻസിഷൻ വൂണ്ട് വളരെ ചെറുതാണ്. ഒരു പെൻ അല്ലെങ്കിൽ പെൻസിൽ കടക്കാനുള്ള അത്രയും ഹോളും മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ സർജറി പെട്ടെന്ന് ഹീൽ ചെയ്യും. പെട്ടെന്ന് നമുക്ക് ഫിസിയോതെറാപ്പി എക്സസൈസ് ഒക്കെ പഴയതുപോലെ ചെയ്ത് പെട്ടെന്ന് പ്രീ ഇഞ്ചുറി സ്റ്റാറ്റസിൽ നമുക്ക് പേഷ്യൻറ്റിനെ എത്തിക്കാൻ പറ്റും. ഇൻഫെക്ഷൻ പോലുള്ള കാര്യങ്ങൾ വരാൻ സാധ്യത വളരെ കുറവായിരിക്കും. കുറവാണ് കാരണം നമ്മൾ ഇൻസിഷൻ നമ്മൾ തുറക്കുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ ഒരു പേന കടത്താനുള്ള അത്രയും മാത്രം 1 സെൻറ്റിമീറ്ററൊക്കെ ഇൻസിഷൻ വരുന്നുള്ളൂ. അപ്പോൾ ഇൻഫെക്ഷനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇത്തരം സർജറികൾക്ക് ശേഷം ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്? യൂഷ്വലി നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു എക്സസൈസ് റെജീമുണ്ട്. ഇപ്പോൾ ACL ആൻറ്റീരിയർ ക്രൂഷ്യൽ ലിഗമെൻ്റ് ഇഞ്ചുറി നമ്മൾ റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി നമ്മളൊരു റീഹാബിലിറ്റേഷൻ ഒരു ഷെഡ്യൂളുണ്ട്. അത് കൃത്യമായി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 1-2 മാസം കഴിയുമ്പോൾ തന്നെ നമുക്ക് പഴയതുപോലെ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് സാറിനെ കണ്ടുവരുന്നത്. ലിഗമെൻ്റ് അപ്പം TKR ആണെങ്കിൽ നീ റീപ്ലേസ്മെൻറ്റ് സർജറി ആണെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ ഫിസിയോതെറാപ്പി മറ്റ് എക്സസൈസ് മൊഡാലിറ്റീസ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പഴയതുപോലെ തന്നെ ആക്റ്റീവായിട്ടുള്ള ഒരു സ്പോർട്സ് പീപ്പിൾ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് തന്നെ ജീവിക്കാൻ പറ്റും പഴയതുപോലെ തന്നെ. ഇനി നടുവേദനയിലേക്ക് വരികയാണെങ്കിൽ സ്ത്രീകൾ കൂടുതലായി പരാതി പറയുന്ന ഒരു വേദനയാണ് നടുവേദനയെ പറ്റി. അപ്പോൾ അതിൻ്റെ ചികിത്സാ മാർഗങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ ബാക്ക് പെയിൻ യൂഷ്വലായിട്ട് ഒരുപാട് കണ്ടീഷൻസ് കൊണ്ട് വരാറുണ്ട്. ഉദാഹരണത്തിന് ഒരുപാട് ഏജ് അനുസരിച്ച് ഡിഫർ ചെയ്യും. വളരെ എൽഡർലി ആയിട്ടുള്ള ഒരു അമ്മമാർക്കാണെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് ഒരു പ്രധാനപ്പെട്ട വളരെ കോമൺ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. ഓസ്റ്റിയോപോറോസിസിൽ നമ്മുടെ എല്ലുകൾ വളരെ സോഫ്റ്റ് ആവുകയും പെട്ടെന്ന് തന്നെ ഒടിയാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. സ്പോഞ്ച് പോലെ അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആവുകയും ചെറിയൊരു തന്നി വീഴൽ കൊണ്ട് തന്നെ എല്ലുകൾ ഒടിയുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഓസ്റ്റിയോപോറോസിസ് പ്രധാനമായിട്ടും നട്ടെല്ലിനെയാണ് ബാധിക്കുന്നത്. ഡോക്ടർ, ഞാൻ വീണ്ടും ഇടപെടുകയാണ്. നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുകയാണ്. സണ്ണി സാർ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. സണ്ണി സാർ. നമസ്കാരം. നമസ്കാരം. സംശയം ചോദിച്ചോളൂ. സാറേ, ഞാൻ 8 മാസം മുമ്പ് എന്റെ കാല് സർജറി കഴിഞ്ഞായിരുന്നു. മഞ്ഞ വന്നു. അങ്ങനെ 8 മാസം ഇപ്പം വ്രണം ഇതിന്റെ പകുതിയുടെ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ എന്റെ കാല് അതിന് ശേഷം പകുതിയെ ദൂരത്തുള്ളൂ. 8 മാസം മുമ്പ് എന്ത് സർജറിയാണെന്ന് അറിയാമോ? എന്ത് അസുഖത്തിനുള്ള സർജറി? ഇത് മഞ്ഞ വന്നായിരുന്നു. ഒരു കാല് കമ്പിളിക്കും പഴുത്തു പോയി. അങ്ങനെ ഒരു സർജറി പോലെ കാലിന്റെ പകുതി ചെത്തിക്കളഞ്ഞു. ബന്ധപ്പെട്ട് സർജറി ചെയ്തു. വ്രണം പകുതി ഉണങ്ങി. ഇപ്പം പകുതി നൂറുള്ളൂ കാല്. ഏത് കാല്? പാദത്തിന്റെ ഭാഗമാണോ മുറിച്ചത്? എവിടെയാണ് ഒന്നുകൂടെ വിശദമാക്കാമോ? ഒന്നുകൂടെ എവിടെ, ഏത് ഭാഗത്താ? പാദത്തിന്റെ ഭാഗമാണോ? പാദമല്ല, മൊത്തം ഈ കാലിന്റെ മുഴുവൻ അതായത് മേലെ ഭാഗം താഴെ ഭാഗം ചെത്തിക്കളഞ്ഞു. പഴുത്തിട്ട് ചെത്തിക്കളഞ്ഞു അല്ലേ? അപ്പൊ മസിലിന്റെ ഭാഗമൊക്കെ പഴുത്ത് കയറിക്കാം, അങ്ങനെയാണോ? തൊടഭാഗത്തെല്ലാം. അതെങ്ങനെ തുടക്കം എങ്ങനെയായിരുന്നു? പനി വന്നിട്ടാണോ അതോ എവിടെയെങ്കിലും വീണിട്ടാണോ അതോ എന്തെങ്കിലും ആക്സിഡന്റ് പറ്റിയതാണോ?
ഇത് സാറേ, ഇത് ആദ്യം എനിക്ക് ഒരു ദിവസം പനി വന്നായിരുന്നു. പിന്നെ ഈ കാല് കംപ്ലീറ്റും നീര് കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പനി വന്നിട്ടാണ് ആദ്യം പനിയായിട്ട് വന്നു അല്ലേ? പനി ഓക്കെ. ആദ്യം ഒരു ദിവസമേ പനി വന്നുള്ളൂ. പിറ്റേന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു നീര് വന്നു. നീര് വന്നു. യൂഷ്വലി പനിയായിട്ട് വരുന്ന ഇത് പറഞ്ഞു കേട്ടിട്ട് സെല്ലുലൈറ്റിസ് പോലെയാണ് തോന്നുന്നത്. ഡയബറ്റീസിന്റെ അസുഖമൊക്കെ ഉണ്ടായിരുന്നതാണോ? ഹലോ. ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്ക് സാധാരണ വരാറുണ്ട്, സെല്ലുലൈറ്റിസ് ആയിട്ട് വരാം. അത് കൂടുതൽ ഈ നമ്മുടെ ഡയബറ്റീസ് പ്രോപ്പർലി കൺട്രോൾഡ് അല്ലെങ്കിൽ ഈ ഇൻഫെക്ഷൻ അണുബാധ മുകളിലോട്ട് സ്പ്രെഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ആയിരിക്കാം ചെയ്തതെന്ന് തോന്നുന്നു ഈ സർജറി ചെയ്യേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മസിലിനെയൊക്കെ ബാധിക്കുമല്ലോ. നമ്മുടെ പേശികൾ, കാലിനെ അനക്കാൻ സഹായിക്കുന്ന മസിലുകളുണ്ടല്ലോ, പേശികൾ, അവർക്കൊക്കെ അതിലൊക്കെ ഇത് അണുബാധ വന്നിട്ട് അതിൻ്റെ ഫങ്ഷനൊക്കെ കുറച്ച് ഡിസേബിൾഡ് ആയി കാണണം. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മളത് ചെക്കപ്പ് ചെയ്തിട്ട് ഡോക്ടറെ കണ്ട് ഒന്നുകൂടെ ഒന്ന് റിവ്യൂ ചെയ്തിട്ടേ ഡോക്ടറെ ഒന്നുകൂടെ ഒന്ന് കണ്ടിട്ട് അതിൻ്റെ മസിൽ ഫങ്ഷൻസ് റീഗെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് ഒന്ന് ഡിസ്കസ് ചെയ്യണം. ഒന്ന് ഫിസിയോതെറാപ്പി, മറ്റു മരുന്നുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് എന്തെങ്കിലും അണുബാധ ഇപ്പോഴും ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. ബ്ലഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. രക്തപരിശോധനകളും ഇത് എക്സ്റേയിൽ നമുക്ക് എല്ലുകളിൽ ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. എക്സ്റേ എടുക്കുമ്പോൾ അണുബാധ എല്ലുകളിലോട്ട് കടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ മസിലിൽ മാത്രമാണോ നിൽക്കുന്നുള്ളതെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അത് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് അത് കൃത്യമായിട്ട് ഒരു സർജറി ഡോക്ടറെ, ഓർത്തോ ഡോക്ടറെ എല്ലാം കണ്ടതിന് ശേഷം അത് എന്താണെന്നുള്ളതിനുള്ള ഒരു ചികിത്സ കൃത്യമായിട്ട് എടുത്താൽ ശരിയാവുന്നതേ ഉള്ളൂ. അത് അധികം താമസിക്കാതെ തന്നെ ചെയ്യുക കേട്ടോ. കൂടുതൽ ഇത് ചെയ്യാതെ വെച്ചുകൊണ്ടിരിക്കണ്ട, ഡിലേ ആക്കാതെ ഒന്നുകൂടെ ഒന്ന് റീചെക്കപ്പ് ചെയ്യുന്നത് നല്ലത്. സണ്ണി സാർ വിളിച്ചതിന് വളരെയധികം നന്ദി. ഡോക്ടർ, നമ്മൾ നടുവേദനയും അതിൻ്റെ ചികിത്സാ രീതികളെ കുറിച്ചുമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നടുവേദന ഞാൻ പറഞ്ഞ പോലെ സ്ത്രീകളിൽ ഈ ഒരു ഏജ് കഴിഞ്ഞാൽ 50, 60, 70+ ഏജൊക്കെ ഉള്ളവർക്ക് ഓസ്റ്റിയോപൊറോസിസ് യൂഷ്വലി മെനോപോസിന് ശേഷം സ്ത്രീകളിൽ എല്ലിൻ്റെ ബലം ഓരോ വർഷവും 1% വീതം കുറയുമെന്നാണ് പറയപ്പെടുന്നത്, കണക്കുകൾ കാണിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 70 വയസ്സൊക്കെ കഴിയുമ്പോൾ വളരെയധികം എല്ലിൻ്റെ സ്ട്രെങ്ത് കുറയും, ഒരു 10-20% കുറയും. അതനുസരിച്ച് എല്ലിൻ്റെ ബലം കുറയും, പെട്ടെന്ന് തന്നെ ഒടിവുകൾ സംഭവിക്കാനുള്ള സാധ്യതയും കണ്ടുവരുന്നു. ഇതിനെയാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. പോറോസ് മീൻസ് സുഷിരങ്ങൾ എന്നുള്ളത്. എല്ലുകളിൽ സുഷിരങ്ങൾ വരികയും അത് വീക്കാവുകയും ചെയ്യുന്ന കണ്ടീഷനാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. അത് തൽഫലമായി ഫ്രാക്ചറുകൾ പെട്ടെന്നുണ്ടാവും, ഒടിവുകളുണ്ടാവും പെട്ടെന്ന്. അതിന് ഫ്രജിലിറ്റി ഫ്രാക്ചേഴ്സ് എന്നാണ് പറയുന്നത്. പ്രധാനമായിട്ടും വെർട്ടിബ്രയിലും ഹിപ്പിലും റിസ്റ്റിലുമാണ് കണ്ടുവരുന്നത്. വെർട്ടിബ്രയിലുള്ള ഒടിവുകൾ വളരെ പെട്ടെന്ന് സംഭവിക്കും. അപ്പോൾ അതനുസരിച്ച് ഒടിവുകൾ ഒഴിവാക്കുക. അല്ലെങ്കിൽ ഇടുപ്പിലാണെങ്കിൽ ഹിപ്പിലെ ഫ്രാക്ചേഴ്സ് ഉണ്ടാവും. ഹിപ്പിലെ ഫ്രാക്ചേഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ കണക്കുകൾ കാണിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഓപ്പറേഷൻ ചെയ്യണമെന്നാണ്. വിത്തിൻ 24 hours ഓപ്പറേഷൻ ചെയ്യേണ്ട ഒടിവുകളാണ് ഹിപ്പിലെ നെക്ക് ഓഫ് ഫിമർ ഫ്രാക്ചർ ഉണ്ടാവും. ഇത് സാധാരണ ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാവുന്ന സ്ത്രീകളിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. അതുപോലെ റിസ്റ്റിലെ എല്ലും ഡിസ്റ്റലൻ്റ് ഫ്രേഡിയസ് എന്ന് പറയും. ഈ എല്ലും സാധാരണ ഒടിയാറുണ്ട്. അതിനെ കോളീസ് ഫ്രാക്ചർ എന്നും പറയും. അപ്പോൾ അതിനെ പ്ലാസ്റ്റർ ഇട്ട് ചികിത്സ അല്ലെങ്കിൽ ജോയിൻറ്റിലോട്ടാണ് ഇൻവോൾവ് ആയിട്ടുള്ളതെങ്കിൽ നമ്മൾ പ്ലേറ്റും സ്ക്രൂവും അല്ലെങ്കിൽ ജസ്റ്റ് ഫിക്സേഷൻ അങ്ങനത്തെ ഓപ്പറേഷൻ കൂടി വേണ്ടി വരുന്ന ഇതാണ് ഈ ഡിസ്റ്റലൻ്റ് ഫ്രേഡിയസ് ഫ്രാക്ചർ. അപ്പോൾ ഇത് ഓസ്റ്റിയോപൊറോസിസാണ് ഇപ്പോൾ പറഞ്ഞു വന്നത്. മറ്റ് കണ്ടീഷൻസും ബാക്ക് പെയിൻ ഉണ്ടാക്കുന്നുണ്ട്. ഉദാഹരണത്തിന് IVDP എന്ന് പറയുന്ന കണ്ടീഷനുണ്ട്, ഇൻ്റർവെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ്. അത് കൂടുതൽ നമ്മൾ വെയിറ്റ് എടുക്കുക അല്ലെങ്കിൽ മറ്റ് ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് ഈ വെർട്ടിബ്രയ്ക്ക് ഇടയിലുള്ള ഡിസ്കിൽ പ്രശ്നം വരും. ഡിസ്കിൽ ആദ്യം അത് ബൾജായിട്ടാണ് വരുന്നത്, പിന്നീട് അത് പ്രൊട്രൂഷൻ ആവും, പിന്നെ എക്സ്ട്രൂഷൻ, അങ്ങനെ 4 സ്റ്റേജസ് ഉണ്ട്. അത് MRI സ്കാനൊക്കെ എടുക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ അത് കഴിവതും കൂടുതൽ സ്ട്രെയിൻ എടുക്കുന്ന അതിൽ വെയിറ്റ് എടുക്കുന്നത് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് നട്ടലിലെ ഡിസ്കിൽ കൂടുതൽ പ്രഷർ വരികയും അല്ലെങ്കിൽ പ്രൊലോങ്ഡ് സിറ്റിംഗ്, ഒരുപാട് നേരെ ഇരുന്നുള്ള ജോലികൾ ചെയ്യുന്നത്, ഇവർക്കൊക്കെയാണ് സാധാരണ ഡിസ്കിനുള്ള പ്രോബ്ലം വരുന്നത്. മറ്റൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫൈബ്രോമയാൾജി എന്ന് പറയുന്നതാണ്. അത് മസിലിൽ ട്രിഗർ സ്പോട്ട്സ് അല്ലെങ്കിൽ ട്രിഗർ നൊഡ്യൂൾസ് പോലെ ഉണ്ടാകുന്ന കണ്ടീഷനാണ്. അത് സാധാരണ ട്രപ്പീസിയൽ ബോണിലൊക്കെ വരുന്ന കണ്ടീഷനാണ്. അതും വളരെ പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷനാണ്. അപ്പോൾ ഇതിൽ ഏതാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് വിവിധ ടെസ്റ്റുകൾ ചെയ്ത് എക്സ്റേയോ അല്ലെങ്കിൽ മറ്റ് ടെസ്റ്റുകളൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഡയഗ്നോസിലെത്തുക, അതിന് തക്കതായിട്ടുള്ള ചികിത്സ എടുക്കുകയും ചെയ്യേണ്ടത്. നമ്മളോടൊപ്പം ഒരു കോളർ ചേരുകയാണ്. സാമൂഹ്യ പടത്തിലേക്ക് സ്വാഗതം. സുധീർ സാർ, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. എന്റെ വൈഫ് ഇരുന്ന് വീണിട്ടേ, അടുക്കളയിൽ ഇരുന്ന് വീണാണ്. നട്ടല് ചെറുതായിട്ട് നട്ടലില് ചെറിയ ഹെയർലൈൻ ക്രാക്ക് ഉണ്ടായി. ആശുപത്രി കണക്കപ്പോ ഓപ്പറേഷൻ ചെയ്യണമെന്നാ പറഞ്ഞത്. പക്ഷെ വേറെ മെഡിക്കൽ കോളേജിന്റെ സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തപ്പോ
റെസ്റ്റ് എടുത്താൽ മതി പറഞ്ഞ റെസ്റ്റ് എടുത്തിട്ട് ഭേദമുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് വർക്ക് ചെയ്യുമ്പോഴൊക്കെ ചെറിയായിട്ട് പെയിന് വരുന്നുണ്ട്. അപ്പൊ ഫിസിയോതെറാപ്പിയിലുള്ളത് ചെയ്യാൻ പാടോ? ഫിസിയോതെറാപ്പി ചെയ്തതിൽ വല്ല കുഴപ്പമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ല, നട്ടലിലെ വെർട്ടിബ്രയിലാണ് സാധാരണ പൊട്ടലുകൾ വരുന്നത്. ഇപ്പോൾ ഓസ്റ്റിയോപൊറോസിസ് എത്ര ഏജ് എത്രയാണ് വൈഫിൻ്റെ? 48 വയസ്സ്. സാധാരണ നട്ടലുകളുടെ ഒടിവ് പല സ്റ്റേജസ് ആയിട്ട് പറയുന്നുണ്ട്. ചെറിയ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്ന് പറയുന്നത്. വലിയ ഒടിവൊക്കെ ആണെങ്കിൽ മാത്രമേ ഓപ്പറേഷൻ വേണ്ടതുള്ളൂ. അപ്പോൾ അല്ലാത്തതാണെങ്കിൽ നമുക്ക് 3 വീക്സ് നമ്മൾ റെസ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ബ്രേസ് കൊടുത്തൊന്ന് ഇമ്മൊബിലൈസ് ചെയ്തിട്ടൊക്കെയാണ് ചികിത്സിക്കുന്നത്. വളരെ വലിയ കംപ്രഷൻ എത്ര അളവുണ്ടെന്ന് അനുസരിച്ചിട്ടാണ് അത് സ്റ്റേബിൾ ഫ്രാക്ചർ ആണോ അൺസ്റ്റേബിൾ ഫ്രാക്ചർ ആണോ എന്ന് നമ്മൾ അസസ് ചെയ്യുന്നത്. ഡാനിസ് വെബർ കോളം കൺസെപ്റ്റ് എന്ന് പറഞ്ഞുണ്ട്. 1/3 ആയിട്ട് വെർട്ടിബ്രേ 1/3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് മോർ ദാൻ 2 പാർട്സ് കംപ്രഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് സർജറിയുടെ ഓപ്ഷൻ പറയുന്നത്. അത് നമ്മൾ എക്സ്റേയുടെ ഇത് കണ്ടാലേ നമുക്ക് കൃത്യമായിട്ട് അത് ഓപ്പറേഷൻ വേണ്ടാണോ, അല്ലെങ്കിൽ അല്ലാതെ ബ്രേസ് ആപ്ലിക്കേഷൻ വെച്ച് അല്ലെങ്കിൽ ബെൽറ്റ് പോലത്തെ സാധനം വഴി നമ്മൾ റെസ്റ്റ് കൊടുത്തിട്ട് ചികിത്സിക്കാവുന്നതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. എക്സ്റേയും മറ്റ് ടെസ്റ്റുകളൊക്കെ ചെയ്തതിന് ശേഷമാണ് ചെയ്യുന്നത്. വിളിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ. നമുക്ക് ഇനി കുട്ടികളിലേക്ക് വരികയാണെങ്കിൽ അവരിൽ പ്രധാനമായി കാണുന്ന അസ്ഥി രോഗങ്ങൾ എങ്ങനെയാണ്? അവരുടെ ചികിത്സാ രീതികൾ എങ്ങനെയാണ്? അതോ ഈ മുതിർന്നവർക്ക് ചെയ്യുന്ന അതേപോലെ തന്നെയാണോ, അതോ ഫിസിയോതെറാപ്പി മാത്രം കൊണ്ട് അവർക്ക് മതിയാവുമോ? അല്ല, കുട്ടികളിൽ പ്രധാനമായിട്ടും നമ്മൾ കുട്ടികളിൽ തന്നെ കഞ്ചനിറ്റലായിട്ട് ഉണ്ടാകുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് കഞ്ചനിറ്റൽ ടാലിപ്പസ് ഇക്വേന വൈറസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ട്. അത് പാദത്തിൽ ഡിഫോമിറ്റി വരുന്നതാണ്. അതിൽ സാധാരണ പ്ലാസ്റ്റർ ഇട്ടുള്ള ചികിത്സയാണ്. പോൺസെറ്റി ടെക്നിക്ക് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക്, അതൊരു നൂതനമായ മെത്തേഡാണ്. അതിൽ പ്ലാസ്റ്റർ ഇട്ട് ഒരു 6 ആഴ്ച 2 മാസത്തോളം ചികിത്സിക്കുമ്പോൾ തന്നെ അത് കറക്റ്റ് ചെയ്ത് വരാറുണ്ട്. അതിൽ കറക്റ്റ് ചെയ്യാത്ത കണ്ടീഷൻസ് ചെറിയ ടീനോട്ടമി എന്ന് പറയുന്ന ഓപ്പറേഷൻ ഉണ്ട്. അതിലൂടെ അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ജസ്റ്റ് ഫിക്സേഷൻ എന്ന് പറയുന്ന ചില ഉള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഇങ്ങനെ ഓരോ കണ്ടീഷൻ. വേറൊരു കണ്ടീഷനാണ് പെർത്തീസ് ഡിസീസ്. അത് ഹിപ്പ് ജോയിൻറ്റിൽ വരുന്ന, കുട്ടികളുടെ ഹിപ്പ് ജോയിൻറ്റിൽ വരുന്ന കണ്ടീഷനാണ് പെർത്തീസ് ഡിസീസ്. അത് എക്സ്റേയും മറ്റ് ടെസ്റ്റുകളൊക്കെ ചെയ്തതിന് ശേഷം അതിൻ്റെ ഗ്രേഡിങ്ങും അതിൻ്റെ സ്ലിപ്പിംഗ് എത്രത്തോളം ഉണ്ടെന്നതിനനുസരിച്ച് ചികിത്സ വ്യത്യാസപ്പെടുന്നു. മറ്റൊരു കണ്ടീഷനാണ് കൺജനിറ്റൽ ഡിസ്ലൊക്കേഷൻ ഓഫ് ഹിപ്പ് എന്ന്. അത് ഹിപ്പ് ജോയിൻറ്റിൽ ഇടുപ്പ് സന്ധിയിൽ വരുന്ന കണ്ടീഷനാണ്. അതും അതിൻ്റെ എത്രത്തോളം അല്ലെങ്കിൽ ഏജ് വൈസ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വ്യത്യാസപ്പെടുന്നു. കൺജനിറ്റൽ CDH എന്ന് പറയുന്നത്. അതിൽ സ്ലിപ്ഡ് ക്യാപിറ്റൽ ഫെമറൽ എപ്പിഫൈസ് എന്ന് പറയുന്ന മറ്റൊരു കണ്ടീഷനുണ്ട്. അത് കുട്ടികളിൽ വരുന്നതാണ്, അഡലസൻറ്റ് ഹിപ്പിൽ വരുന്നതാണ്. അത് ഗ്രോയിങ് എപ്പിഫൈസസ് സ്ലിപ്പ് ആവുന്നതുകൊണ്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഗ്രേഡ് അനുസരിച്ച് നമ്മൾ ഓപ്പറേഷൻ വേണം ചെയ്യാം. നമ്മൾ CM ഗൈഡഡായിട്ട് സ്ക്രൂ ഫിക്സ് ചെയ്ത് അത് പിന്നിങ് എന്ന് പറയും, ഇൻസിറ്റു പിന്നിങ് എന്ന് പറയുന്ന ഓപ്പറേഷനിലൂടെ അതിൻ്റെ സ്ലിപ്പ് അവിടെ ബ്ലോക്ക് ചെയ്ത് അത് കുട്ടികളെ ഹിപ്പ് ജോയിൻറ്റിൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പല പുതിയ മെത്തേഡ്സ് കുട്ടികളുടെ അസുഖങ്ങൾക്കനുസരിച്ച്, ഓരോ അസുഖങ്ങൾക്കനുസരിച്ച് നമ്മൾ വിവിധ ചികിത്സകളുണ്ട്. കുട്ടികൾ വളർന്നു വരുന്ന സമയമാണ്, പലതരത്തിലുള്ള കായിക ഇനങ്ങളിലും അവർ ഇടപെടുന്ന സമയമാണ്. അപ്പോൾ കൂടുതലായിട്ട് കാണുന്ന അവരുടെ ഇടയിലുള്ള സ്പോർട്സ് ഇഞ്ചുറീസ് എന്തൊക്കെയായിരിക്കും? പ്രധാനമായിട്ടും നമ്മൾ നീ ജോയിൻ്റാണ് സ്പോർട്സ് ഇഞ്ചുറീസിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. കാരണം നീ വളരെ എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുന്ന ബോണാണ്. ഇപ്പോൾ ഹിപ്പ് ജോയിൻറ്റിനെ അപേക്ഷിച്ച് ഹിപ്പ് ജോയിൻറ്റ് ഷോൾഡർ മസിൽസ് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നീ ജോയിൻറ്റ് ഈസ് എക്സ്പോസ് ടു എനി ഇഞ്ചുറീസ്. അതുകൊണ്ട് നീ ജോയിൻറ്റിലാണ് കൂടുതൽ ഇഞ്ചുറീസ് വരുന്നത്. ഇപ്പോൾ ഫ്രാക്ചർ ആണെങ്കിലും അകത്തുള്ള ലിഗമെൻറ്റ് ഇഞ്ചുറീസ് ആർ വെരി കോമൺ. ആൻറ്റീരിയർ ക്രൂഷ്യൽ ലിഗമെൻ്റാണ് അതിൽ കൂടുതലായിട്ട് കാണുന്നത്. അല്ലെങ്കിൽ മെനിസ്കൽ ഇഞ്ചുറീസ്. ഇതെല്ലാം നമുക്ക് കീ ഹോൾ സർജറി വഴി ഇപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് എടുക്കും. അത് ഡിപ്പെൻഡ്സ് ഓൺ ദി സിവിയറിറ്റി ഓഫ് ദി ലിഗമെൻറ്റ് റപ്ചർ. എല്ലാത്തിനും ഓപ്പറേഷൻ വേണമെന്നല്ല, അത് കറക്റ്റായിട്ട് അസസ് ചെയ്തതിന് ശേഷം മാത്രമാണ്. ചിലതിൽ എക്സസൈസ് കൊണ്ട് തന്നെ ശരിയാക്കി എടുക്കാൻ പറ്റും. അതായത് ഈ സർജറിയേക്കാളും അത് കഴിഞ്ഞിട്ടുള്ള റീഹാബിലിറ്റേഷനാണ് കൂടുതൽ പ്രാധാന്യം എന്നുള്ളതാണോ? അതെ, എക്സർസൈസും കാര്യങ്ങളും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള റിസൾട്ട് പ്രീ ഇഞ്ചുറി സ്റ്റാറ്റസിൽ എത്തിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഫിസിയോതെറാപ്പി, റീഹാബിലിറ്റേഷൻ, കറക്റ്റായിട്ടുള്ള ഒരു ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റിൻ്റെ അഡ്വൈസ് പ്രകാരം നമ്മളത് ഫോളോ ചെയ്ത് ആ റെജീം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. പ്രീ ഇഞ്ചുറി സ്റ്റാറ്റസിലോട്ട് നമ്മുടെ ജോയിൻസിനെ കൊണ്ടുവരാനും നമ്മൾ സ്പോർട്സ് റീഹാബിലിറ്റേഷൻ തന്നെ ഒരു സ്പെഷ്യാലിറ്റി തന്നെ ഉണ്ട്. അതിനായിട്ട് ഡോക്ടർ ഈ സന്ധിവേദനയെക്കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ പ്രേക്ഷകർക്കായിട്ട്? അതെ, അത് സന്ധിവേദന ഇതുപോലെ തന്നെ നമ്മളെ ഒരു ഡോക്ടർ ലൈവ് പ്രോഗ്രാം മുമ്പ് പലതവണ ഞാൻ പോയിരുന്നു. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ മോഡൽസ് എല്ലാം കൂടെ കമ്പൈൽ ചെയ്തിട്ടുള്ള ഒരു പുസ്തകമായിരുന്നു സന്ധിവേദന നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അതിന് കഴിഞ്ഞ വർഷം 2-3 അവാർഡൊക്കെ കിട്ടിയായിരുന്നു. വിങ്സ് ബുക്സിൻ്റെ ഗോൾഡൻ ബുക്ക് അവാർഡ്, അതുപോലെ
ആരോഗ്യ ശബ്ദ അവാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സന്ധിവേദനയെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ആ പുസ്തകത്തിൽ കൂടി ഡോക്ടർ പങ്കുവയ്ക്കുന്നുണ്ടല്ലേ? ഉണ്ട്. അതിൻ്റെ ഇംഗ്ലീഷ് വെർഷൻ ഉടനെ തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ പബ്ലിഷായി റിലീസ് ചെയ്യാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു പുസ്തകം മാത്രമാണോ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇതുവരെ? ടോട്ടൽ 16, ഇപ്പോൾ 17ാമത്തെ പുസ്തകമാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് വെർഷൻ. അതായത് ജോയിന്റ് സീക്രട്സ് എന്ന് പറയും. സീക്രട്സ് ഓഫ് ജോയിന്റ് പെയിൻ സീക്രട്സ് എന്ന് അടുത്ത ഇംഗ്ലീഷ് വെർഷൻ വരുന്നുണ്ട്. ഉടനെ തന്നെ വായിക്കാം. ഡോക്ടർ, നമ്മുടെ സമയം ഇവിടെ തീരാൻ പോവുകയാണ്. അതിനു മുമ്പ് ഒരു ചോദ്യം കൂടി. നമ്മുടെ ജോയിൻസിൻ്റെ ബലത്തിനും കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ പ്രത്യേകമായി എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ? അതോ ഭക്ഷണത്തിൽ കൂടിയോ എക്സർസൈസിൽ കൂടിയോ എന്തെങ്കിലും പ്രത്യേക പരിഗണനയോ ശ്രദ്ധയോ ഒക്കെ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ടോ? തീർച്ചയായും. നമ്മൾ റെഗുലറായിട്ട് നമ്മൾ ബേസിക്കലി നമ്മുടെ പ്രധാനമായിട്ടും നമ്മൾ എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓരോ നമ്മുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് അനുസരിച്ചുള്ള എക്സസൈസ് ചെയ്ത് നമ്മൾ വെയിറ്റ് കറക്റ്റ് ചെയ്യണം. ഓവർ വെയിറ്റ് ആണെങ്കിൽ മുട്ടിന് അസ്വസ്ഥത വരും. ഓവർ വെയിറ്റ് ആവുകയാണെങ്കിൽ ജോയിൻസിലാണ് അതിൻ്റെ സ്ട്രെസ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു 150 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 180 സെൻറ്റിമീറ്റർ ഉള്ള ഒരാൾക്ക് -100, ദാറ്റ് മീൻസ് 80 കിലോ വരെ അതിനേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് ജോയിൻറ്റ് സ്ട്രെസ് വരെയും മറ്റ് ജോയിൻറ്റ് ഡാമേജ് ഒക്കെ പെട്ടെന്ന് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വെയിറ്റ് റിഡക്ഷനും അതിൻ്റെ എക്സസൈസും ജോയിൻറ്റ് സ്ട്രെങ്തൻ ചെയ്യാനുള്ള മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജോയിൻറ്റിന് ഡാമേജ് വരാതെ തന്നെ കൊണ്ടുപോകാൻ പറ്റും. ഈ നടത്തം പോലുള്ള കാര്യങ്ങളാണോ ഉദ്ദേശിക്കുന്നത്? അതോ ഇപ്പോഴത്തെ കാലത്ത് കൂടുതൽ ആൾക്കാരും ജിമ്മ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ചെയ്യുന്നുണ്ട്? അതോ യോഗ അങ്ങനെയുള്ള എന്തെങ്കിലും ആണോ? ഡിപ്പെൻസ് ഓൺ. നമ്മൾ ജിമ്മ് ഇപ്പം നമ്മൾ എല്ലാവർക്കും അഡ്വൈസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഫിസിക്കൽ സ്റ്റാറ്റസ് അനുസരിച്ചാണ് ഓരോ എക്സസൈസും നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരുപാട് പ്രായമുള്ളവർക്ക് അപ്പോൾ പ്രായത്തിനനുസരിച്ച് ഹാർട്ട് റേറ്റ് മാക്സിമം എന്നുള്ളൊരു ക്രൈറ്റീരിയ ഉണ്ട്. അതനുസരിച്ച് ഓരോ ഏജിലും എത്രത്തോളം എക്സസൈസ് ചെയ്യാം എന്നുള്ളതിനൊരു ഇത് കണക്കുണ്ട്. അപ്പോൾ അതനുസരിച്ച് ചെയ്യാവൂ. അല്ലാതെ നമ്മുടെ ഫിറ്റ്നസ്സിന് അപ്പുറം നമ്മൾ ഒരുപാട് എക്സസൈസ് ചെയ്യുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ്. നെഗറ്റീവായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതിന് ഹാർട്ട് റേറ്റ് മാക്സിമം എന്നുള്ള ക്രൈറ്റീരിയ ഉണ്ട്. അതായത് ഈ ഓവറായിട്ട് ചെയ്താൽ എല്ലുകൾക്ക് തേയ്മാനം വരാനും സാധ്യതയില്ലേ? എല്ലുകൾക്ക് തേയ്മാനം എന്നുള്ളതല്ല, നമ്മൾ ഓവർ സ്ട്രെസ് വരുമ്പോൾ ജോയിൻറ്റിന് കുറച്ചുകൂടെ സ്ട്രെസ് വരും. മാത്രമല്ല നമ്മുടെ മറ്റ് കാർഡിയോവാസ്കുലർ സ്റ്റാറ്റസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഓരോ ഏജിനും ഒരു ലിമിറ്റ് ഉണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ അത് മനസ്സിലാക്കി വേണം ചെയ്യാൻ. ചിലർ അതിനപ്പുറം കൂടുതലൊക്കെ ചെയ്യുന്നവർക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഈയിടെയായിട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ചും പോസ്റ്റ് കോവിഡ് സിറ്റുവേഷനിൽ കുറച്ച് കൂടുതൽ റിസ്ക് ഉണ്ട്. ഇത്തരം എക്സസൈസൊക്കെ നമ്മുടെ ഒരു മോണിറ്റേർഡായിട്ട് അതിൻ്റെതായ ആളുമായിട്ട് ഗൈഡൻസിൽ ചെയ്യാൻ പാടുള്ളൂ. ഡോക്ടർ, നമുക്ക് ഇന്ന് പരിപാടിക്ക് അനുവദിച്ച സമയം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. ഈ ഒരു സമയത്തിനുള്ളിൽ ആധുനിക ചികിത്സാ രീതികളെക്കുറിച്ചും പ്രധാനപ്പെട്ട അസ്ഥിരോഗങ്ങളെക്കുറിച്ചും ഒക്കെ പ്രേക്ഷകർക്ക് വിശദമായി തന്നെ ഡോക്ടർ പറഞ്ഞു കൊടുത്തു. സാമൂഹ്യ പാഠത്തിൻ്റെ പേരിലും ദൂരദർശൻ്റെ പേരിലും നന്ദി അറിയിക്കും. സാമൂഹ്യ പാഠത്തിൻ്റെ അധ്യായം ഇന്നിവിടെ ഇങ്ങനെ പൂർണ്ണമാകുകയാണ്. മറ്റൊരു ദിവസം മറ്റൊരു വിഷയം മറ്റൊരു അതിഥിയുമായി കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.